Alhamdulillahi Rabbil Alameen. Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. In the morning when we wake, Bismillah, Bismillah. With every step we take, Bismillah, Bismillah. With every word we say, Bismillah, Bismillah. And every game we play, Bismillah, Bismillah. Bismillahir Rahmanir Rahim. Wal 'asr. Innal insana lafi khusr. إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل ادعوا الذين زعمتم من دونه فلا يملكون كشف الضر عنكم ولا تحويلا. أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه إن عذاب ربك كان محذورا. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് മുത്തഖികളായി ജീവിച്ച് മരിക്കാൻ നാം എല്ലാവരും എപ്പോഴും ശ്രമിക്കണം എന്നുണർത്തുകയും റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.
അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവൻ്റെ ദൂതന്മാരിലൂടെ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യ സമൂഹത്തിന് നൽകിയ അവസാന ദൂതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട യഥാർത്ഥ ദീൻ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. പടച്ചതമ്പുരാൻ അവൻ്റെ ഖുർആനും സുന്നത്തും അനുസരിച്ച് എങ്ങനെയാണോ പൂർവികർ ദീൻ മനസ്സിലാക്കിയത് ആ രൂപത്തിൽ അത് പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അവസാന ദൂതനായി നിയോഗിക്കുകയും ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാർഗദർശക ഗ്രന്ഥമായി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയും ചെയ്തു. ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, മുസ്ലിമല്ലാതെ ഈ ലോകത്ത് ജനിച്ചു വീണ ഒരാൾ ഇസ്ലാമായി മുസ്ലിമായി എന്ന് പറയണമെങ്കിൽ പ്രഖ്യാപിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നീ സാക്ഷ്യവാക്യങ്ങൾ. ഈ സാക്ഷ്യവാക്യങ്ങൾ അംഗീകരിക്കുന്ന, അത് ജീവിതത്തിൽ പകർത്തുവാൻ എന്താണോ ഈ ഒരു വാക്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്, ഈ വാചകങ്ങളുടെ അർത്ഥമായി അല്ലാഹുവും അവന്റെ റസൂലും എന്താണോ പഠിപ്പിച്ചു തന്നത് അത് തന്റെ ജീവിതത്തിൽ അംഗീകരിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇതിലൂടെ ഒരു മുസ്ലിം ചെയ്യുന്നത്. അങ്ങനെ അംഗീകരിക്കുന്ന മുസ്ലിം, നമുക്കറിയാം നമ്മുടെ മദ്രസകളിൽ വളരെ ചെറുപ്പകാലത്ത് തന്നെ ഇസ്ലാം കാര്യങ്ങൾ എന്ത്, ഈമാൻ കാര്യങ്ങൾ എന്ത് എന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. മുസ്ലിമായി കഴിഞ്ഞാൽ ഏതു തരത്തിലുള്ള വിശ്വാസങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നും മുസ്ലിം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ എന്തായിരിക്കണമെന്നുമൊക്കെയാണ് ഇത്തരം കാര്യങ്ങളിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയും ആ അല്ലാഹുവിന്റെ റസൂല് വിശുദ്ധ ഖുർആനും അല്ലാഹുവിന്റെ മറ്റ് നിർദ്ദേശങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി എന്ത് എന്ന് തന്റെ മുമ്പിലുള്ള സഹാബാ കിറാമിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ആ സ്വഹാബികൾ തങ്ങൾക്ക് ശേഷം വന്ന താബിഉകൾക്ക് ആ സന്ദേശം നൽകുകയും അങ്ങനെ തലമുറ കൈമാറി അല്ലാഹുവിന്റെ ദീൻ ഇക്കാലം വരെ സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു പ്രക്രിയ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന, നമ്മൾ മനസ്സിലാക്കേണ്ട, ഗൗരവത്തോടുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം കൂടി വേറെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുകയും ആ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി വാനലോകത്തുണ്ടായിരുന്ന ശക്തികളോട് ആവശ്യപ്പെടുകയും അതിൽ നിന്ന് ഇബ്ലീസ് മാറി നിൽക്കുകയും ചെയ്തത് മുതൽ ആരംഭിച്ച ഒരു പ്രവർത്തനം കൂടി ലോകത്ത് നടക്കുന്നുണ്ട്. അത് ആ സമയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ അനുഗ്രഹത്തിൽ നിന്ന് പിശാചിനെ ആട്ടിയോടിക്കുമ്പോൾ തന്നെ പിശാച് അല്ലാഹുവിനോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ നിന്റെ അടിമകളെ, നിന്റെ സൃഷ്ടികളായ മനുഷ്യരെ ഞാൻ പിഴപ്പിക്കും എന്ന കാര്യം. അഥവാ അല്ലാഹുവിന്റെ സന്ദേശവുമായി പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ അനുയായികളും അവർക്ക് ശേഷം വന്ന ആളുകളുമൊക്കെ സജീവമായി പ്രവർത്തിക്കുകയും അവന്റെ ദീന് നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് ആളുകളെ അകറ്റിക്കളയുവാനുള്ള ശ്രമവും ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രവർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയാത്ത, നമുക്ക് പരിചയമില്ലാത്ത പിശാചുക്കളും ജിന്നുകളും മാത്രമല്ല പങ്കെടുക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. പ്രഖ്യാപിക്കുക, പറയുക, എന്താണ് പറയേണ്ടത്? അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. ജനങ്ങളുടെ രക്ഷിതാവും ജനങ്ങളുടെ രാജാവും അതേപോലെ തന്നെ ജനങ്ങളുടെ ആരാധ്യനുമായ അല്ലാഹുവിനോട് ഞാനിതാ രക്ഷ തേടുന്നു. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസിൽ ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്ന ദുർബോധകന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന് ഞാനിതാ പടച്ച തമ്പുരാനോട് രക്ഷ തേടുകയാണ്. ആരാണ് മനുഷ്യന്റെ മനസ്സിൽ ദുർബോധനം നടത്തുന്നത്? ഇബ്ലീസും ഇബ്ലീസിന്റെ സന്തതി പരമ്പരകളും മാത്രമല്ല, പിശാചുക്കളും പിശാചുക്കളുടെ സന്തതി പരമ്പരകളും മാത്രമല്ല, മറിച്ച് മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ദുർബോധകന്മാരുണ്ട്. ജിന്നുകളിൽപ്പെട്ട ശക്തികൾ ദുർബോധനം നടത്തും പോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യനെ പിഴപ്പിച്ചു കളയാൻ വേണ്ടി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള സഞ്ചാരപാതയിൽ നിന്ന് അവന്റെ സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകളെ അകറ്റിക്കളയാൻ വേണ്ടി പിശാചിന്റെ അനുയായികൾ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ, പിശാചിന്റെ അനുയായികൾ പരിശ്രമിക്കുന്നത് പോലെ തന്നെ മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യ സമൂഹത്തിൽപ്പെട്ട ആളുകളും പ്രവർത്തിക്കും. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകറ്റിക്കളയാൻ വേണ്ടി ജിന്നുകൾ മാത്രമല്ല മനുഷ്യരും പ്രവർത്തിക്കുമെന്നാണ്. എങ്ങനെയാണ് മനുഷ്യർ പ്രവർത്തിക്കുന്നത്? ഇതാ, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗം അംഗീകരിച്ച് ജീവിച്ചത് കൊണ്ട് നിങ്ങൾക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല. അള്ളാഹുവിന്റെ മാർഗം അംഗീകരിച്ച് ജീവിച്ചാൽ നിങ്ങൾ നരകത്തിലേക്കായിരിക്കും എത്തിച്ചേരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗം ഒഴിവാക്കിയാൽ, വിശുദ്ധ ഖുർആനിനെ നിങ്ങൾ കൈയൊഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നിങ്ങൾ കൈയൊഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഒരാളും തന്നെ അത്തരം ആളുകളെ അംഗീകരിക്കില്ല. പിന്നെ എന്തു ചെയ്യണം? ഇതാണ് അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തെയും തെറ്റിദ്ധരിപ്പിക്കണം. ആ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിശാചിന്റെ നിർദ്ദേശപ്രകാരം വശംവദരാകുന്ന, തയ്യാറാവുന്ന ആളുകൾ എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്നു. ആ കാലങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൂതന്മാരെ നിയോഗിച്ചത്. നമുക്കറിയാമല്ലോ, ഒരു നബിയുടെ വാക്ക് തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു, എന്റെ കഴിവിന്റെ പരമാവധി ഇസ്ലാഹ് നടത്തുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ്. എപ്പോഴാണ് ഇസ്ലാഹ് നടത്തേണ്ടി വരുന്നത്? ഒരു സംഗതി ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ നന്നാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. എപ്പോഴാണ് ഒരു കാര്യം നന്നാക്കുന്നത്? ഉള്ള ഒരു സാധനം കേടുവരുമ്പോഴാണ്.
ഇല്ലാത്ത ഒരു സാധനം ഉണ്ടാക്കുന്നതിനെ പറ്റി നമ്മളാരും നന്നാക്കുക എന്ന് പറയാറില്ല. നമ്മുടെ വീട്ടിൽ ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ടേപ്പ് റെക്കോർഡർ നമ്മൾ നന്നാക്കാൻ കൊണ്ടുപോകുന്നത് എപ്പോഴാണ്? കേടുവരുമ്പോഴാണ്. എന്തുകൊണ്ടാണത് നന്നാക്കാൻ കൊണ്ടുപോകുന്നത്? അങ്ങനെ ഒരു ടേപ്പ് റെക്കോർഡർ അവിടെ ഉള്ളത് കൊണ്ടാണ്. ഇല്ലാത്ത ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങാൻ പോകുമ്പോ ആരെങ്കിലും പറയാറുണ്ടോ ഞാനൊരു ടേപ്പ് റെക്കോർഡർ നന്നാക്കാൻ പോവുകയാണ് എന്ന്? പറയാറില്ല. അതേപോലെ തന്നെ ഒരു സാധനം നന്നാക്കിയെടുക്കുന്ന ഒരാളെ പറ്റി അതുണ്ടാക്കുന്നയാളാണ് എന്ന് നമ്മൾ ആരും പറയാറില്ല. ഇവിടെ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് കല്ലാച്ചി അങ്ങാടിയിൽ എത്തുന്നതിനിടയിൽ ഒരുപാട് സാധനങ്ങൾ നന്നാക്കുന്ന കടകൾ നമ്മൾ കാണാറുണ്ട്, അല്ലേ? AC നന്നാക്കുന്ന കടയുണ്ട്, ഫ്രിഡ്ജ് നന്നാക്കുന്ന കടയുണ്ട്, വാഹനങ്ങൾ നന്നാക്കുന്ന കടയുണ്ട്, നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ ചെറിയ ഉപകരണങ്ങൾ പോലും നന്നാക്കുന്ന കടകൾ, നമ്മുടെ കയ്യിൽ നമ്മൾ കെട്ടി നടക്കുന്ന വാച്ച് വരെ നന്നാക്കുന്ന കടകൾ ഈ ഒരു 5 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആരെങ്കിലും ഒരു വാച്ച് നന്നാക്കുന്ന കട ചൂണ്ടിക്കാണിച്ച് അയാൾ വാച്ച് ഉണ്ടാക്കുന്ന ആളാണ് എന്ന് പറയാറുണ്ടോ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരാളെ പറ്റി ഒരു വാച്ച് നന്നാക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾ എങ്ങോട്ടാ? ഞാൻ ഇന്ന് മുഹമ്മദിന്റെ മകളെ കല്യാണമാണ്. ഏത് മുഹമ്മദ്? നമ്മളെ വാച്ച് നന്നാക്കുന്ന മുഹമ്മദ് എന്ന് പറയും, അല്ലാതെ വാച്ച് ഉണ്ടാക്കുന്ന മുഹമ്മദ് എന്ന് പറയാറില്ല. ഞാൻ സലീമിന്റെ വീട്ടിൽ പോവുകയാണ്. ഏത് സലീം? നമ്മുടെ കാറൊക്കെ നന്നാക്കുന്ന വർക്ക്ഷോപ്പിലുള്ള സലീം ഉണ്ടല്ലോ എന്ന് പറയുമെന്നല്ലാതെ ആ മാരുതി കാർ ഉണ്ടാക്കുന്ന സലീം ഉണ്ടല്ലോ എന്ന് നമ്മൾ ആരും പറയാറില്ല. നന്നാക്കൽ വേറെയാണ്, ഉണ്ടാക്കൽ വേറെയാണ്. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തം ഈ പൂർവികന്മാരായ നബിമാർ നിർവഹിച്ച ഉത്തരവാദിത്തമാണ്. ഇസ്ലാഹാണ്, നന്നാക്കിയെടുക്കലാണ്. ആ നന്നാക്കിയെടുക്കൽ എന്ന ഉത്തരവാദിത്തം മുജാഹിദുകൾ നിർവഹിക്കുന്നു. സ്വാഭാവികമായും ഇത് കേടായി തന്നെ കിടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാകും. അത്തരം ആളുകൾ പലപ്പോഴും ഒരുപാട് വേലികൾ കൊണ്ട് ഇത് നന്നാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചേക്കും. പക്ഷെ ഒരിക്കലും നമ്മുടെ വീട്ടിൽ അതല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു രോഗം വന്നു, അത് നന്നാക്കാനുള്ള സ്ഥലമാണ് ആസ്പത്രികൾ. എനിക്കൊരു രോഗമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് അത് നന്നാക്കാൻ പോകുമ്പോ ഒരു 10 ആള് വേലി കെട്ടിയാലും എങ്ങനെയെങ്കിലും ഡോക്ടറുടെ അടുത്ത് ചിലപ്പോ ആദ്യത്തെ പ്രാവശ്യം പോകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, തിരിച്ചു വരും. എന്നാലും ആലോചിക്കും, എന്റെ ആരോഗ്യമാണല്ലോ ശരി, ഞാൻ വീട്ടിലിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? മരിച്ചു പോകും. ഇനി അഥവാ ഈ വേലിയൊക്കെ തകർത്ത് മുന്നോട്ടേക്ക് പോയാലോ, അപ്പോഴും ഏറി വന്നാൽ എന്നെ കൊല്ലുകയല്ലേ ചെയ്യുള്ളൂ, അതുകൊണ്ട് ആസ്പത്രിയിൽ പോകാൻ തന്നെ ഞാൻ തീരുമാനിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളെ തടഞ്ഞു നിർത്താൻ ഏത് വേലിക്കാണ് സഹോദരന്മാരെ സാധിക്കുക? ഈ കാര്യമാണ് മുജാഹിദുകൾ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാര്യം മുജാഹിദുകൾ നിർവഹിച്ചു കൊണ്ടിരുന്നു ഈ സമൂഹത്തിൽ. ഇവിടെ പലപ്പോഴും പലരും പറയാറുണ്ട്, മുജാഹിദുകൾ പുത്തൻവാദികളാണ്. പലരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, വഹാബികളുടെ ശർറിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അതിനുവേണ്ടി മുജാഹിദുകളുടെ ശർറിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടി ഐക്യവേദികൾ രൂപീകരിച്ച ആളുകളുണ്ട്. എന്തിനാ ഐക്യവേദി രൂപീകരിക്കേണ്ടി വന്നത്? തെറ്റിപ്പോയത് കൊണ്ടാണ്, അല്ലേ? ഭിന്നതയുണ്ടായി, അതുകൊണ്ടാണല്ലോ ഐക്യവേദികൾ ഉണ്ടാക്കേണ്ടി വന്നത്. എന്നാൽ ഈ ഭിന്നതയുണ്ടാകുന്നതിന് മുമ്പ്, സമസ്ത എപിയും ഇകെയുമായി പിരിയുന്നതിന് മുമ്പ്, സമസ്ത സംസ്ഥാനയും സമസ്തയുമായി പിരിയുന്നതിന് മുമ്പ്, സമസ്തയിൽ ഇന്ന് കാണുന്ന എല്ലാ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം പ്രവർത്തനം ആരംഭിച്ചു. ആ ഐക്യവേദി ഉണ്ടാക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന പണ്ഡിതന്മാർക്ക് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വെളിച്ചത്തെ ഊരിക്കെടുത്തുവാനും ആ വെളിച്ചത്തെ വേലികെട്ടി തടഞ്ഞു നിർത്തുവാനും കഴിഞ്ഞില്ലെങ്കിൽ താൽക്കാലികമായി ഈ വണ്ണാറത്തെ പള്ളിയും പരിസരവും കേന്ദ്രീകരിച്ച് കെട്ടിയുണ്ടാക്കുന്ന ഐക്യവേദിക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ തടഞ്ഞു നിർത്താൻ കഴിയും എന്ന് വ്യാമോഹിക്കുന്നത്, മലവെള്ളത്തെ കുടിച്ചു തീർക്കാൻ കഴിയും എന്ന് വ്യാമോഹിക്കുന്ന തവളയുടെ വ്യാമോഹം മാത്രമാണ് എന്ന് വളരെ വിനയത്തോടു കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കഴിയില്ല, അത്തരം ആളുകൾക്ക് കഴിഞ്ഞില്ല. ഈ ഐക്യവേദി എവിടെ നിലനിൽക്കും? നാദാപുരം അങ്ങാടിയിൽ നിലനിൽക്കുമോ ഐക്യവേദി? ഇല്ല. കാരണം അവിടെ ഒരു പള്ളിയിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നത് എന്താ? അപ്പുറത്തെ പള്ളിയിലെ ജുമാ സഹീഹല്ല എന്നാണ്. ഇവിടെ ഐക്യവേദി ഉണ്ടാക്കി, എന്നാൽ നമുക്കെല്ലാവർക്കും നാദാപുരത്തെ ഒരു പള്ളിയിൽ ജുമാക്ക് പോകാം എന്ന് ഈ ഐക്യവേദിക്കാർക്ക് തീരുമാനിക്കാൻ കഴിയുമോ? കഴിയില്ല.
ശരി, നമ്മൾ ഏതായാലും റമളാനിൽ ഐക്യവേദി ഉണ്ടാക്കിയതല്ലേ, 27-ന് ബർക്കത്തായ ദിവസം നമ്മുടെ ഒരു സുന്നികളുടെ ഐക്യവേദി എന്ന നിലക്ക് നമുക്ക് സ്വലാത്ത് നഗരിയിൽ സ്വലാത്ത് വാർഷികം നടക്കുന്നുണ്ട്, അവിടെ ഒന്ന് പോകാം എന്ന് പറഞ്ഞാൽ ഐക്യവേദിയിൽ എത്ര ആളുകൾ ഉണ്ടാകും? മുജാഹിദുകളെ തടഞ്ഞു നിർത്താൻ വേണ്ടി മാത്രം താൽക്കാലികമായി ഐക്യവേദികൾ കെട്ടിയുണ്ടാക്കുക. പക്ഷേ ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രമറിയുന്ന ആളുകൾ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, കഴിയില്ല എന്ന യാഥാർത്ഥ്യം. എന്തേ കാര്യം? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആൾക്കൂട്ടത്തിന്റെ പിൻബലമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സാമ്പത്തിക ശേഷിയുടെ പിൻബലമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന് അധികാര സ്ഥാനങ്ങളിൽ പിടിപാടുകൾ ഉള്ളത് കൊണ്ടല്ല, മറിച്ച് മുജാഹിദുകൾ പറയുന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് എന്നതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചം ഊതിക്കെടുത്തുവാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെയാണ് ആത്മവിശ്വാസത്തോടുകൂടി മുജാഹിദുകൾ പറയുന്നത്. ശരി, മുജാഹിദുകളെ ഈ ശർറിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ഈ നാടിനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവർ, മുജാഹിദുകളുടെ ശർറിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥന നടത്തുന്നവർ, മുജാഹിദുകളുടെ സ്വാധീനം കൊണ്ട് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ശർറുകൾ ഒഴിവാക്കുവാൻ കൂടി തയ്യാറാവേണ്ടതില്ലേ? അതല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? മുജാഹിദുകൾ ഇവിടെ കടന്നു വരുന്നതിന് മുമ്പ്, മുജാഹിദുകളുടെ പ്രഭാഷണം ഇവിടെ നടക്കുന്നതിന് മുമ്പ്, മുജാഹിദുകളുടെ പ്രവർത്തനത്താൽ അകപ്പെട്ടുപോയ ഒരുപാട് ശർറുകളുണ്ട്. ഇവിടെ എത്ര സ്ത്രീകളുണ്ട്? വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാർക്ക് കത്തെഴുതുന്നവർ. ഈ പ്രദേശത്ത് എത്ര പെൺകുട്ടികളുണ്ട്? ഹൈസ്കൂളുകളിലും കോളേജുകളിലും മറ്റ് സ്കൂളുകളിലും പഠനം നടത്തുന്നവർ. ഈ മഹലിൽ ഒരു പെൺകുട്ടിയും എഴുത്ത് പഠിക്കുന്നില്ല എന്ന് പറയാൻ ഇവിടെയുള്ള ഏതെങ്കിലും പണ്ഡിതന്മാർക്ക്, നേതാക്കന്മാർക്ക് കഴിയുമോ? ഈ പ്രദേശത്തുള്ള പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആരാ പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ പെൺകുട്ടികളോട് പഠിക്കണമെന്ന് പറഞ്ഞത്? മുജാഹിദ് നേതാക്കന്മാർ ഇവിടെ പ്രസംഗിച്ചിട്ടില്ല, മുജാഹിദ് പണ്ഡിതന്മാർ ഇവിടെ പ്രസംഗം നടത്തിയിട്ടില്ല. എന്നിട്ടും ഈ നാട്ടിലെ പെൺകുട്ടികൾ സ്കൂളുകളിലേക്ക് പോകുന്നു, ഈ നാട്ടിലെ പെൺകുട്ടികൾ കോളേജുകളിലേക്ക് പോകുന്നു, ഈ നാട്ടിലെ യുവതികളും വൃദ്ധകളും തങ്ങളുടെ മക്കൾക്കും അതേപോലെ തന്നെ ഭർത്താക്കന്മാർക്കും വിദേശങ്ങളിലേക്ക് കത്തുകൾ എഴുതുന്നു. മുജാഹിദുകളുടെ ശർറിൽ അകപ്പെട്ടത് കൊണ്ടല്ലേ? കാരണം സമസ്തയുടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്ത് പാതിരാത്രിയിൽ ഒരു സ്റ്റേജ് കെട്ടി ഏതെങ്കിലും ഒരു പണ്ഡിതൻ പ്രസംഗിച്ചതല്ല. സമസ്തയുടെ പണ്ഡിതന്മാർ മുശാവറ യോഗം ചേർന്നു, 40 പണ്ഡിതന്മാർ. എന്നിട്ട് ഈ സമുദായത്തോട് പറഞ്ഞു, പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല, പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് സമസ്തയുടെ പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിൽ കയ്യെഴുത്ത് പഠിക്കാത്ത തലമുറ കഴിഞ്ഞു പോയിരുന്നു. പക്ഷേ മുജാഹിദുകൾ വന്നു, മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറഞ്ഞു, പഠിക്കണം, ആണും പെണ്ണും വിദ്യാഭ്യാസം നേടണം, പ്രത്യേകിച്ച് സ്ത്രീകൾ പഠിക്കണം. കാരണം അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ശബൻ ത്വയ്യിബൽ ഇറാഖി. ഉമ്മയാണ് യഥാർത്ഥത്തിൽ സ്കൂള്. ഒരു കുട്ടിയെ നന്നാക്കി എടുക്കുന്ന വിദ്യാലയം അവന്റെ മാതാവാണ്, ആ പെൺകുട്ടിയുടെ മാതാവാണ്. അതുകൊണ്ട് ആ ഉമ്മ നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവുമുള്ള ഒരു തലമുറ വളർന്നു വരികയുള്ളൂ. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ പറഞ്ഞു. അതിനുവേണ്ടി സ്ഥാപനങ്ങൾ ആരംഭിച്ചു. എന്താ ചെയ്തത് സമസ്തയുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും? എന്നാ പിന്നെ മുജാഹിദുകൾ പറഞ്ഞത് തന്നെ ശരി, നമ്മളും കൂടി അവരോടൊപ്പം ചേരുക, നമ്മളെ പ്രമേയം നമ്മൾ പിൻവലിക്കുക എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. കുറെ കാലം ആ പ്രമേയത്തിന്റെ ആദർശം സംരക്ഷിക്കാൻ വേണ്ടി മുജാഹിദുകൾക്കെതിരെ പ്രസംഗിച്ചു, വഅള് പറഞ്ഞു, നോട്ടീസുകൾ ഒട്ടിച്ചു, പോസ്റ്ററുകൾ എഴുതി, ലേഖനങ്ങൾ എഴുതി. ഇപ്പോൾ സമസ്ത എവിടെ നിൽക്കുന്നു? സുന്നികൾ എവിടെ നിൽക്കുന്നു? സമസ്തക്കാർ പ്രമേയത്തോടൊപ്പം നിൽക്കുന്നു, സുന്നികൾ മുജാഹിദുകളോടൊപ്പം നിൽക്കുന്നു. ഈ നോട്ടീസുകൾ എഴുതി ഒട്ടിക്കുന്ന ആളുകൾ എന്താ ദീനിനോട് സ്നേഹമുണ്ടാകാനുള്ള കാരണം? മദ്രസയിൽ പോയത് കൊണ്ടാണ്. മദ്രസയിൽ പോയി ദീനിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചത് മതി, ഞങ്ങൾ മദ്രസയെ പഠിച്ചിട്ടുണ്ട്, അതന്നെയാണ് ദീന്, അതിലപ്പുറങ്ങളൊന്നും വന്ന് പറഞ്ഞു തരേണ്ടതില്ല എന്നാണ് ചില ആളുകൾ പറയാറുള്ളത്. ശരി, ആരാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചത്?
ആരാണിങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്? മൗലാന ചാലിലകത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി വാഴക്കാട് ദാറുൽ ഉലൂം കേന്ദ്രീകരിച്ചുകൊണ്ട് മദ്രസ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചപ്പോൾ മദ്രസ പാടില്ല എന്ന് പ്രസംഗിക്കുകയും വാഴ് പറയുകയും ആ മദ്രസ പ്രസ്ഥാനത്തിലേക്ക് കുട്ടികളെ അയക്കാൻ പാടില്ല എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്ത പണ്ഡിതന്മാരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇപ്പോഴെല്ലാവരും എണ്ണിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇത്ര മദ്രസയായി, ഞങ്ങൾക്ക് അത്ര മദ്രസയായി, അവരെക്കാൾ കൂടുതൽ മദ്രസ ഞങ്ങൾക്കാണ് എന്നാണ്. അല്ലേ? ഐക്യവേദിക്കാരുടെ ഒരു കേസ് ഉണ്ടായിരുന്നു മുമ്പ്. എന്താ നിങ്ങൾക്കറിയാം? ഇപ്പോ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകം എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ മുകളിൽ അച്ചടിച്ചിട്ടുണ്ടാവും, പ്രസാധകന്മാരുടെ സീലില്ലാത്ത പ്രതി വ്യാജമായി ഗണിക്കപ്പെടും. എന്തിനാ? ഐക്യവേദിക്കാര് കള്ള പുസ്തകം ഉണ്ടാക്കിയപ്പോ കോടതി കേസ് കൊടുത്തു. ആ കോടതിയിൽ കേസ് ജയിക്കാൻ വേണ്ടിയാണ് പ്രസാധകന്മാരെ സീലടിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആ പ്രസാധകന്മാരെ തോൽപ്പിച്ചാണ് പിന്നെ സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയത്. ഇപ്പൊ മദ്രസകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും മുജാഹിദുകളുടെ പിന്നാലെ വന്നു. ഒരു വേലിയും അത്തരം ആളുകൾക്ക് തടസ്സമായില്ല. ഒരെതിർപ്പും ആ സമുദായത്തിന്, മുസ്ലിം സമുദായത്തിന് മുജാഹിദുകൾ തെളിച്ച ഈ മാർഗത്തിലേക്ക് കടന്നു വരാൻ തടസ്സമായില്ല. ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചല്ലോ വിശുദ്ധ ഖുർആൻ പരിഭാഷയുടെ കാര്യം. ഖുർആൻ പരിഭാഷ പാടില്ലെന്ന് ഖുർആൻ പരിഭാഷയുടെ പേരിൽ KV മുഹമ്മദ് മുസ്ലിയാർ കാഫിറാണ് എന്ന് വരെ പ്രഖ്യാപിച്ച ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. KV മുഹമ്മദ് മുസ്ലിയാർ കാഫിറാണ്. എന്താ കാര്യം? ഖുർആന് മലയാളത്തിൽ അർത്ഥം പറഞ്ഞു. ഇപ്പൊ അങ്ങനെ ഒരു തർക്കമുണ്ടോ കേരളത്തിൽ? മുജാഹിദുകൾ ഖുർആൻ പരിഭാഷ തുടങ്ങിയപ്പോ എതിർത്ത ആളുകൾ ഖുർആൻ പരിഭാഷയുടെ കാര്യത്തിൽ മുജാഹിദുകൾക്ക് പിന്നാലെ വന്നു. ഷർറിൽ നിന്ന് പ്രാർത്ഥിക്കണേ എന്ന്, ഷർറിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും നോട്ടീസ് ഒട്ടിക്കുകയും ചെയ്ത ആളുകൾ ആദ്യമായി ചെയ്യേണ്ടത് ഈ മഹല്ലിലെ എല്ലാ വീടുകളും റെയ്ഡ് ചെയ്ത് ഇവിടെ നിലവിലുള്ള മുഴുവൻ ഖുർആൻ പരിഭാഷകളും ഏതെങ്കിലും കുളത്ത് കൊണ്ടുപോയി താഴ്ത്തണ്ടേ? ഏതായാലും മുജാഹിദുകൾ ഉളു ചെയ്യുമെന്ന് വിചാരിച്ച് കുളം കലക്കുന്ന ആളുകളുണ്ടല്ലോ, അത്തരം കുളങ്ങളെങ്കിലും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതല്ലേ? കഴിയില്ല. ഈ സമുദായം മുജാഹിദുകളെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സമുദായം മുജാഹിദുകൾക്ക് പിന്നാലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും അത് തന്നെയാണ് അവസ്ഥ. ഇനിയോ ഇവിടെ ആരെങ്കിലും മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോ, മുസ്ലിങ്ങൾ രാജ്യദ്രോഹികളാണെന്ന് പറയുമ്പോ, അതല്ലെങ്കിൽ ചരിത്രത്തിലെ ഏതെങ്കിലും വ്യാജമായ പരാമർശങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ ചോദ്യം ചെയ്യുമ്പോ പറയാറുള്ളത് എന്താണ്? ഞങ്ങൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ സമുദായമാണ്, ഞങ്ങൾ വക്കം മൗലവിയുടെ സമുദായമാണ്, ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ഒരുപാട് മുസ്ലിം നേതാക്കന്മാരുടെ സമുദായമാണ് എന്ന് പറയാറുണ്ട്. ആര്? ഈ നാട്ടിലെ സുന്നികൾ പറയാറുണ്ട്. മുജാഹിദായത് കൊണ്ടാണോ? അല്ല. എന്നാൽ എന്താ ഒരു സുന്നിയും ഇങ്ങനെ പറയാനുള്ള കാരണം? മുജാഹിദിന്റെ ഷർറിൽപ്പെട്ടുപോയി. ഒരു സുന്നി ഞാൻ മുഹമ്മദ് അബ്ദുറഹ്മാന്റെ സമുദായമാണ് എന്ന് പറയണമെങ്കിൽ, വക്കം മൗലവിയുടെ സമുദായമാണെന്ന് പറയണമെങ്കിൽ, കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെ സമുദായമാണെന്ന് പറയണമെങ്കിൽ മുജാഹിദാവാതെ അവനത് പറയാൻ കഴിയില്ല. എന്താ കാര്യം? കേരളത്തിൽ ഉണ്ടായിരുന്ന സമസ്ത സ്വാതന്ത്ര്യ സമരത്തെ എതിർക്കുകയായിരുന്നു ചെയ്തത്. പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് പ്രമേയം പാസാക്കിയ അതേ സമ്മേളനത്തിൽ പാസാക്കിയ മറ്റൊരു പ്രമേയമുണ്ട്, നമ്മളൊക്കെ പലപ്പോഴും കേട്ടതാണ്. നമ്മുടെ വൈസ്രോയിയായ ഐർവിൻ പ്രഭുവും പത്നിയും ഒരു സർക്കിട്ട് കഴിഞ്ഞ് ഡൽഹി പട്ടണത്തിലൂടെ സഞ്ചരിക്കവേ ഏതോ ദഷ്ടന്മാരവർക്കെതിരെ ബോംബാക്രമണം നടത്തിയതിൽ ഈ യോഗം വ്യസനിക്കുകയും ഭാഗ്യവശാൽ യാതൊന്നും ഫലിക്കാതെ പോയതിൽ അളവറ്റ ആനന്ദത്തെ വെളിവാക്കുകയും ചെയ്യുന്നു. ഖാൻ ബഹദൂർ കല്ലടി മൊയ്തുട്ടി സാഹിബ് അവതരിപ്പിച്ചു. പാങ് അഹമ്മദ് കുട്ടി മുസ്ലിയാർ പിന്താങ്ങി. എന്താ കാര്യം? നമ്മുടെ വൈസ്രോയിയായ ഐർവിൻ പ്രഭുവും പത്നിയും. ആരാ നമ്മുടെ വൈസ്രോയി എന്ന് പറഞ്ഞാൽ? സമസ്തക്കന്ന് ഡൽഹിയിൽ വൈസ്രോയി ഇല്ല. പിന്നെ ആരാ നമ്മുടെ വൈസ്രോയി? ബ്രിട്ടീഷുകാരന്റെ വൈസ്രോയിയാണ്, എലിസബത്ത് രാജ്ഞിയുടെ പ്രതിനിധിയാണ്. ആ വൈസ്രോയിയെ ഡൽഹി പട്ടണത്തിൽ വെച്ച് ഏതോ ദുഷ്ടന്മാർ, ആരാ ദുഷ്ടന്മാർ? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനികൾ,
അവര് ബോംബെറിഞ്ഞു. ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ അടിമകളാക്കി വെച്ച് ഞങ്ങളുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും ജയിലറകൾക്കുള്ളിലടച്ച് എലിസബത്ത് രാജ്ഞിയുടെ പ്രതിനിധിയെ ഡൽഹി പട്ടണത്തിലൂടെ സ്വസ്ഥമായി നടക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യസ്നേഹികൾ ബോംബാക്രമണം നടത്തി. അതിനെ ഇങ്ങ് മണ്ണാർക്കാട് വെച്ച് സമസ്ത അപലപിച്ചു. പിന്നെന്താ പറഞ്ഞത്? ഭാഗ്യവശാൽ യാതൊന്നും ഫലിക്കാതെ പോയതിൽ അളവറ്റ ആനന്ദത്തെ വെളിവാക്കുന്നു. എന്താ സമസ്ത ഇത്ര ആനന്ദിക്കാൻ കാരണം? സമസ്തയുടെ ആരാ വൈസ്രോയി? സമസ്തയുടെ ആരാ ബ്രിട്ടൻ? അതിന്റെ ഉത്തരം മറ്റു ചില പ്രമേയങ്ങളിലും കാണാം. നമ്മുടെ മുസ്ലിംമാര് ആരും തന്നെ കോൺഗ്രസ് കക്ഷിയാവാൻ പാടില്ലാത്തതും എല്ലാവരും ഗവൺമെന്റ് കക്ഷി ആകേണ്ടതും ആണ്. ആരും എന്താകാൻ പാടില്ല? കോൺഗ്രസ് കക്ഷിയാകാൻ പാടില്ല. ഏത് കോൺഗ്രസ്? ഇന്നത്തെ KPCCയോ അല്ലെങ്കിൽ കേരള കോൺഗ്രസോ അല്ല. അന്നൊരൊറ്റ കോൺഗ്രസേ ഉള്ളൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഗാന്ധിജി അംഗമായ, ഗാന്ധിജി നേതൃത്വം നൽകുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്. ആ കോൺഗ്രസിൽ നമ്മളാരും അംഗാകാൻ പാടില്ല. പിന്നെ നമ്മളൊക്കെ ആരെ കക്ഷിയാ? അഹ്ലുസുന്നത്തിന്റെ മുസ്ലിംമാരൊക്കെ ഗവൺമെന്റ് കക്ഷിയാകണം, ബ്രിട്ടീഷുകാരോടൊപ്പം നിൽക്കണം. അപ്പോ ബ്രിട്ടീഷുകാരോടൊപ്പം നിൽക്കാൻ ആഹ്വാനം ചെയ്ത സമസ്ത, ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന സമസ്ത, സ്വാതന്ത്ര്യ സമരത്തോട് സഹകരിക്കാത്ത സമസ്ത, സ്വാഭാവികമായും കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ സംശയം ഉണ്ടാവും, അപ്പൊ ആലി മുസ്ലിയാരോ? അങ്ങനെയാണ് ചിലരൊക്കെ പറയാറുള്ളത്. ആലി മുസ്ലിയാരൊക്കെ ഇല്ലേ? ആലി മുസ്ലിയാരെ പേരിൽ മുസ്ലിയാരുണ്ട് എന്നേ ഉള്ളൂ. സമസ്ത ഉണ്ടാകുന്നതിന് മുമ്പേ അദ്ദേഹത്തെ തൂക്കിലേറ്റിയിട്ടുണ്ട്. സമസ്തയുടെ പ്രസിഡന്റ് അല്ല ആലി മുസ്ലിയാർ. സമസ്തയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ സ്വാതന്ത്ര്യ സമര രംഗത്തുണ്ടായിരുന്നില്ല. അപ്പോ വഹാബികളുടെ ശർറിൽ നിന്ന് ഞങ്ങളെ കാത്തി രക്ഷിക്കണേ എന്ന് പറയുന്ന ആളുകൾ, ഇപ്പൊ നമുക്കറിയാലോ, ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോ മാഹിയുണ്ട് കേന്ദ്രഭരണ പ്രദേശം, അതേപോലെ ഈ വണ്ണാറത്ത് മഹല്ല് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് നേരിട്ട് ബ്രിട്ടനുമായിട്ടാണ് ബന്ധം എന്ന് പറഞ്ഞ് പ്രത്യേകമായി നിൽക്കേണ്ടി വരൂലേ? സ്വാതന്ത്ര്യ ദിനത്തിന് ആഗസ്റ്റ് 15 പതാക പൊന്തിക്കാറില്ലേ? ഈ മഹല്ലിൽ മദ്രസകളിൽ പൊന്തിക്കാറുണ്ട്. ഇവിടുത്തെ കുട്ടികളും നെഞ്ചത്ത് കൊടികുത്താറുണ്ട്. അടുത്ത ആഗസ്റ്റ് 15 പറയണം, കുട്ടികളെ സ്കൂളിൽ ചെന്നാൽ ഞങ്ങൾ നെഞ്ചിൽ കൊടികുത്തില്ല എന്ന് മാഷന്മാരോട് പറയണം. കാരണം ഇത് വഹാബികൾ ഉണ്ടാക്കിയ ഷർറാണ്, ആ ഷർറിന് നമ്മൾ എതിരാണ് എന്ന് പറയാൻ ഇവിടെയുള്ള ആളുകൾ ഉണ്ടാവോ? പറഞ്ഞാൽ പിന്നെ ബാക്കി മുജാഹിദുകളുമായി ബന്ധപ്പെട്ടതല്ലോ, അത് വേറെ കാര്യമാണ്, ദുനിയാവിനതാണ്. മുജാഹിദുകൾക്ക് പറയാനുള്ളത് ആഖിറത്തിന്റെ കാര്യമാണ്. ഇതൊന്നും ആലോചിക്കാതെ, ഈ ചരിത്രമൊന്നും പഠിക്കാതെ, എന്താണ് മുജാഹിദികൾ ഇവിടെ വരുത്തിയ മാറ്റമെന്ന് പരിശോധിക്കാതെ, മുജാഹിദികൾ പിഴച്ചവരാണെന്നും മുജാഹിദികൾ ദീനിനെതിരാണെന്നും മുജാഹിദികളുടേത് കേൾക്കാൻ പോകാൻ പാടില്ല. വേണമെങ്കിൽ നിങ്ങൾ മാതാ അമൃതാനന്ദമയിയുടെ കൂടെ പോയിക്കോളൂ, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും കൂടെ പോയിക്കോളൂ, എന്നാലും മുജാഹിദികളുടേത് കേൾക്കാൻ പോകാൻ പാടില്ല എന്ന് പറയാൻ മാത്രം ചരിത്രത്തെക്കുറിച്ച് ബോധമില്ലാത്തവരായി പോയി നമ്മുടെ ആളുകൾ. ഇപ്പൊ മാത്രല്ല, മുമ്പുണ്ടായിരുന്നു ഇങ്ങനെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കേരളത്തിൽ ചൂടേറിയ ഒരു സമരം. എന്താണ്? സ്കൂൾ പാഠപുസ്തകങ്ങളിലെ വഹാബി പാഠഭാഗങ്ങൾ നീക്കം ചെയ്യണം എന്നാണ്. സ്കൂൾ പാഠപുസ്തകത്തിലെ വഹാബിസത്തിനെതിരെ സമരം. എല്ലാരും ഉണ്ടായിരുന്നു. അന്ന് ഐക്യവേദി ഉണ്ടാക്കണ്ട, അന്ന് ഈ ഒരു ഭിന്നിപ്പില്ല. അപ്പൊ എല്ലാരും ഒന്നിച്ച് സമരം ചെയ്തു. AE ഓഫീസിന് മുമ്പിൽ സമരം, DE ഓഫീസിന് മുമ്പിൽ സമരം, DD ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹം, യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച്, എല്ലാ സ്ഥലത്തേക്കും മാർച്ചും ധർണയും. ഏതാ ഒഴിവാക്കണം എന്ന് പറഞ്ഞ പാഠം? ഒരു പാഠം 9ാം ക്ലാസ്സിൽ എന്ന് വക്കം മൗലവിയെ കുറിച്ചൊരു പാഠം ഉണ്ടായിരുന്നു. അത് പഠിപ്പിക്കാൻ പാടില്ല. സമരം ചെയ്യാൻ കൂട്ടത്തിൽ ചില അറബി മാഷന്മാരുണ്ടായിരുന്നു. വക്കം മൗലവിയെ കുറിച്ചുള്ള പാഠം അറബി പാഠപുസ്തകത്തിൽ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരം നടത്തിയ ആളുകൾ അറിയാതെ പോയൊരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിൽ എങ്ങനെയാ അറബി ഭാഷ സ്കൂൾ പഠിപ്പിക്കാൻ തുടങ്ങിയത് എന്ന് അതിന് തുടക്കം കുറിച്ച വക്കം മൗലവിയാണ്. കേരളത്തിൽ ആദ്യമായി സ്കൂൾ പാഠപുസ്തകത്തിന്റെ ഭാഗമായി, സ്കൂൾ പഠനത്തിന്റെ ഭാഗമായി അറബി ഭാഷ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് വക്കം മൗലവിയാണ്. ആ വക്കം മൗലവിയെ കുറിച്ച് അറബി ബുക്ക് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരം നടത്തി. അങ്ങനെ സമരമൊക്കെ നടത്തി ഭരണത്തിന്റെ സ്വാധീനം കൊണ്ടെന്നാ പിന്നെ കുറെ പാഠങ്ങളൊക്കെ ഒഴിവാക്കാം എന്നൊക്കെ പറഞ്ഞു വന്ന് ആ സമരമൊക്കെ വിജയിച്ച റാഹത്തിലെ അറബി മാഷ് ക്ലാസ് എടുക്കുകയാണ്. എന്ത്? ഇനി വക്കം മൗലവിനെ പറ്റി പഠിപ്പിക്കണ്ടല്ലോ. അപ്പോഴാണ് ഇടത്തും വലത്തുമുള്ള സാമൂഹ്യ പാഠത്തിന്റെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്കിന്ന് പഠിക്കാനുള്ളത് വക്കം മൗലവിയെ പറ്റിയാണ്. കാരണം എന്താ?
സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പറയുമ്പോ, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ പറ്റി പറയുമ്പോ വക്കം മൗലവിയെ പറ്റി പറയണം. കാരണം വക്കം മൗലവിയുടെ സ്വദേശാഭിമാനി പത്രം കൊടുത്തപ്പോഴാണ് വെറും രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയായി മാറിയത്. അത് പറയാതെ സാമൂഹ്യ ശാസ്ത്രം പഠിപ്പിക്കാൻ കഴിയില്ല. അതേ അവസ്ഥ എവിടെയും വരാൻ പോകുന്നത്. ഇതങ്ങനെ യാസീൻ ഓതിയാ പോകുന്ന നരിയല്ല. അത്ര വേഗം ഒരു യാസീൻ ഓതിയത് കൊണ്ട്, ഒരു 2 ബോർഡ് തൂക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ മുജാഹിദുകളുടെ പരിപാടി നടക്കുമ്പോ വേറെ ഒരു 3 ദിവസത്തെ പരിപാടി നടത്തിയത് കൊണ്ട് ഒഴിഞ്ഞു പോകുന്ന ഒരു സാധനമാണ് ഇസ്ലാഹി പ്രസ്ഥാനമെങ്കിൽ കേരളത്തിൽ ഇന്നിതിന്റെ അഡ്രസ് ഉണ്ടാകുമായിരുന്നില്ല. കാരണം എന്താ? മലബാറിലുള്ള മൗലവിമാരൊക്കെ വാദപ്രതിവാദം നടത്തി നോക്കി, ഒരു രക്ഷയില്ല. പൂനൂര് വാദപ്രതിവാദത്തിന്റെ കഥ പറയാറുണ്ട്. പൂനൂര് വാദപ്രതിവാദത്തിന് ഒരു ഭാഗത്ത് അലവി മൗലവിയാണ്, മറുഭാഗത്ത് ഈക്കയാണ്. അപ്പോ എന്നാ പിന്നെ നമ്മൾ തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചപ്പോ അലവി മൗലവി ചോദിച്ചു, ശരി, അല്ലാഹു അല്ലാത്ത നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മരിച്ചുപോയ മഹാന്മാരുണ്ടല്ലോ, ആ മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കാം എന്നതിനെന്താ തെളിവ്? അലവി മൗലവിയുടെ ചോദ്യം. മറുഭാഗത്ത് നിന്ന് മറുപടി, ആദ്യം ചോദിക്കേണ്ട നിങ്ങളാന്ന് തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചോദിക്കാൻ പറ്റൂല. അപ്പൊ അലവി മൗലവി പറഞ്ഞു, ആദ്യം ചോദിക്കേണ്ടത് ആരാന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കും ചോദിക്കാം ഞങ്ങൾക്കും ചോദിക്കാം. ഇപ്പൊ ഞങ്ങൾ ചോദിച്ചിരിക്കുന്നു, ഇനി നിങ്ങളാണ് മറുപടി പറയേണ്ടത്. മറുഭാഗം പറഞ്ഞു, അല്ല, ആദ്യം തീരുമാനിക്കാത്തത് കൊണ്ട് നിങ്ങൾ ചോദിക്കാൻ പറ്റൂല. അങ്ങനെ നേരം വെളുത്തു. ഒരു രക്ഷയില്ലാതെ ബോധ്യപ്പെട്ടപ്പോ വേറൊരാളെ കൊണ്ടുവന്നു. കേരളത്തിലോ ഹാബിയാക്കളെ വേററുക്കുന്ന പുലി, കേമരാം പതി അബ്ദുൽ ഖാദിർ മൗലവീരണ കേസരി. തെക്കൻ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നു ആരെ? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ. എത്ര സുന്നിയൊക്കെ അറിയാം പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പറ്റി? കെ മൗലവിയെ പറ്റി അറിയാം, വക്കം മൗലവിയെ പറ്റി അറിയാം, ഇ കെ മൗലവിയെ പറ്റി അറിയാം, ഉമർ മൗലവിയെ പറ്റി അറിയാം. പതി അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി തങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു എന്നറിയാവുന്ന എത്ര സുന്നികളുണ്ട് നമ്മുടെ നാട്ടിൽ? ചരിത്രത്തിൽ നിന്ന് നിശേഷം മായ്ക്കപ്പെട്ടു അത്തരം ആളുകളൊക്കെ. അതാ പറഞ്ഞത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം അങ്ങനെയാണ്. എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ഇങ്ങനെ വെറുക്കുന്നത്? എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, മുജാഹിദ് പ്രസ്ഥാനത്തോടുള്ള എതിർപ്പ് അടിസ്ഥാനപരമാണെങ്കിൽ, മുജാഹിദുകളോടുള്ള എതിർപ്പ് ആത്മാർത്ഥതയോടുകൂടിയുള്ളതാണെങ്കിൽ, ഈ പറഞ്ഞ നേട്ടങ്ങൾ ഉണ്ടാക്കിയ പ്രസ്ഥാനം എന്ന നിലയിൽ മുജാഹിദ് പ്രസ്ഥാനം നൽകിയ ഇത്തരം നേട്ടങ്ങൾ കൂടി ഒഴിവാക്കാൻ തയ്യാറാവേണ്ടതല്ലേ? അതൊക്കെ സ്വീകരിക്കുകയും തങ്ങളുടെ താല്പര്യത്തോട് യോജിക്കാത്ത സമൂഹം അംഗീകരിക്കുന്നതൊക്കെ അംഗീകരിക്കുകയും സമൂഹം അംഗീകരിക്കാത്ത മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ഇപ്പോഴും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ശരിയായ നിലപാടാണോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, പുതിയ ഒന്നും പറയാനില്ല, നേരെ മറിച്ച് പഴയതാണ് പറയാനുള്ളത്. ഇവിടെ കേടുവന്നത് നന്നാക്കുക മാത്രമാണ് ചെയ്യുന്നത്. സാധാരണ പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. നമ്മുടെ വീട്ടിലെ റേഡിയോ കേടുവന്നു എന്ന് വിചാരിക്കുക. വളരെ മുമ്പേ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റേഡിയോ ആണ്. വാപ്പ ഉപയോഗിച്ചിട്ടുണ്ട്, വാപ്പാന്റെ വാപ്പ ഉപയോഗിച്ചിട്ടുണ്ട്. പണ്ട് അങ്ങനെയാണല്ലോ, പണ്ടൊക്കെ റംഗൂണിലൊക്കെ ആണല്ലോ പോകാറുള്ളത്. പണ്ട് റംഗൂണിൽ നിന്ന് കൊണ്ടുവന്ന റേഡിയോ ആണെന്ന് വിചാരിക്കുക. കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ വർക്ക് ചെയ്യും. ഇടയ്ക്കെന്തെങ്കിലും തകരാറ് വന്നാൽ അടുത്തുള്ള കടയിൽ കൊണ്ടുപോയി അത് നന്നാക്കിക്കും, അപ്പൊ വീണ്ടും വർക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു റേഡിയോ. ഒരിക്കൽ നാദാപുരം അങ്ങാടിയിൽ ഒരു ബാനർ പ്രത്യക്ഷപ്പെടുന്നു. എന്താണ്? ഈ കമ്പനിയുടെ റേഡിയോ അതിന്റെ ഒറിജിനൽ പാർട്സുകൾ ഉപയോഗിച്ചുകൊണ്ട് റിപ്പയർ ചെയ്യാനുള്ള ഒരു മേള, അങ്ങനെയാണല്ലോ എക്സ്ചേഞ്ച് മേള എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മേള നാദാപുരം അങ്ങാടിയിൽ 3 ദിവസം നടക്കുന്നു. ഈ റേഡിയോ കൊണ്ടുവന്നാൽ സൗജന്യമായി അതിന്റെ ഒരു പ്രചരണം എന്നുള്ള നിലയിൽ അതിന്റെ ഒറിജിനൽ പാർട്സുകൾ ഉപയോഗിച്ചുകൊണ്ട് മാറ്റിക്കൊടുക്കുന്നതാണ്. നമ്മൾ ഈ റേഡിയോ എടുത്തു ചെന്നു. ഈ റേഡിയോ എടുത്ത് ചെന്നപ്പോ റിപ്പയർ ചെയ്യുന്ന ആള് നമ്മുടെ മുമ്പിൽ വെച്ച് ആ റേഡിയോ തുറന്നു. എന്നിട്ട് അയാൾ തലയിൽ കൈവച്ച് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഈ കണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഇങ്ങോട്ട് കൊടുത്ത വയറ്, അതേപോലെ അങ്ങോട്ട് കൊടുത്ത വയറ്, ഇതൊന്നും ഇതിൽ വേണ്ടതല്ല, ഇതൊന്നും അല്ല ഇതിനുള്ള വഴി. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിന്റെ ഒറിജിനൽ സാധനങ്ങളാണ് ഇത് വെച്ചാ മതി, എന്നാൽ ഈ വയറും നൂലാമാലയൊന്നും വേണ്ടി വരൂല എന്ന് പറഞ്ഞു. എന്നാ അത് വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോ നമ്മൾ എന്താ പറയാ? ബുദ്ധിയുള്ള ആളാണെങ്കിൽ പറയും മാറ്റി വെച്ചോളൂ. ഒരാള് പറയാ, വല്ലാഹി അത് തൊടാൻ സമ്മതിക്കൂല, കാരണം ഇത് ഈ വയറുണ്ടല്ലോ ഇതിന്റെ വാപ്പ ഉണ്ടാക്കിച്ച വയറാണ്,
അതിന്റെ അപ്പുറത്ത് കാണുന്ന 2 വയറില്ലേ, അതിന്റെ വല്യാപ്പാന്റെ കാലത്ത് ഫിറ്റ് ചെയ്ത വയറാണ്, അതുകൊണ്ട് ആ വയറിന്റെ മുകളിൽ തൊടാൻ സമ്മതിക്കൂല, അത് മാറ്റാൻ ഞാൻ സമ്മതിക്കൂല എന്നൊരാൾ പറഞ്ഞാൽ ഓ നല്ല വല്യാപ്പാനോടും വാപ്പാനോടൊക്കെ നല്ല സ്നേഹമുള്ളവനാണ് എന്ന് ആരെങ്കിലും പറയോ? പറയില്ല. എന്തേ പറയാത്തത്? ആ റേഡിയോയുടെ ഉത്തരവാദിത്തം അത് ഏറ്റവും നല്ല നിലയിൽ, ഒറിജിനലായ നിലയിൽ സൂക്ഷിക്കുക എന്നതാണ്. വാപ്പയായാലും വല്യാപ്പയായാലും ആഗ്രഹിക്കുന്നതും സന്തോഷിക്കുന്നതും എപ്പോൾ മാത്രമാണ്? ആ റേഡിയോ നല്ല നിലയിൽ സൂക്ഷിക്കുമ്പോൾ മാത്രമാണ്. അല്ലാതെ അവര് താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു സംവിധാനം ഒന്നുകിൽ അക്കാലത്തെ അവർക്ക് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ വ്യക്തമായി ഇത് എവിടെ നിന്നാണ് ഇതിന്റെ ഒറിജിനൽ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും ഒറിജിനലിന്റെയും കവച്ച് വെക്കുന്ന ചില ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാവും, അതിനോട് ആകർഷണം ഉണ്ടാവും ആളുകൾക്ക്. അങ്ങനെയാണല്ലോ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞിട്ട് നമ്മള് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് പറഞ്ഞ സലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ ആളുകൾ ഇതാ ഈ സലാത്ത്, അത് നമ്മൾ നിക്കാരത്തിലെല്ലാം ചെല്ലുന്ന സലാത്തല്ലേ, വേറെന്തെങ്കിലും പുതിയ സലാത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയ് എന്നാണ് ആളുകൾ പറയാറുള്ളത്. ഒറിജിനലിനേക്കാണോ ആളുകൾക്ക് താല്പര്യം ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റിനോടാണ്. അങ്ങനെയായിരിക്കാം ഇതൊക്കെ അതിൽ കടന്നു വന്നത്. എന്തായാലും അതിന്റെ ഒറിജിനൽ ഉപയോഗിച്ച് അത് മാറ്റണം. അങ്ങനെ മാറ്റുന്ന ആളുകളെ നമ്മൾ വിദ്വേഷത്തോടു കൂടി കാണേണ്ടതുണ്ടോ? കമ്പനിയുടെ പ്രതിനിധികൾ വന്ന് ഇത് ഞങ്ങൾ നന്നാക്കുകയാണ് എന്ന് പറയുമ്പോ ആരെങ്കിലും അത് പറ്റില്ല എന്ന് പറയോ? ആ കമ്പനി അവര് മേള നടത്തുന്ന പറമ്പിന്റെ ചുറ്റും വേലി കെട്ടി, പടച്ചവനെ ഈ കമ്പനിയുടെ ഷറിൽ നിന്ന് ഞങ്ങളെ റേഡിയോയെയും നീ കാത്തുരക്ഷിക്കണമേ എന്നൊരുത്തൻ അവിടുന്ന് ദ്വാ ചെയ്താൽ ആളുകൾ എന്താ പറയാ? അതുതന്നെയാണ് ഇവിടെ നമ്മൾ പറയേണ്ടത്. ഇത് ചെയ്ത ആളുകളെ പറ്റി ഞങ്ങൾ യഥാർത്ഥത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മതത്തിൽ കേടുവന്നത് നന്നാക്കുകയാണ്. അത് നന്നാക്കിയാൽ, അത് സ്വീകരിച്ചാൽ, അത് സ്വീകരിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഗുണം മനസ്സിലാകും. എപ്പോഴാണ് ഒരു കച്ചവടക്കാരൻ ഒറിജിനലാണ് എന്ന് പറഞ്ഞു വന്ന ഒരാളിലേക്ക് ആളുകൾ പോകുമ്പോ തടഞ്ഞു നിർത്തുന്നത്? എന്റെ കടയിൽ അരി വിൽക്കുന്നു 12 രൂപക്ക്, അപ്പുറത്തെ കടയിൽ 13 രൂപ. ആളുകൾ ചോദിക്കുന്നു എന്തേ അവിടെ 1 രൂപ വില കൂടുതൽ? അത് വെറുതെ അതിനേക്കാണോ മോശ അരിയാണ് എന്നൊരാൾ പറയുന്നു. എന്നിപ്പുറത്തെ കച്ചവടക്കാരൻ 12 രൂപക്ക് വിൽക്കുന്നവൻ പറയുന്നു. അപ്പൊ ഒരാൾ പറഞ്ഞു അല്ല ഞാനൊന്ന് പോയി വാങ്ങി നോക്കട്ടെ. പോകാൻ പാടില്ല, അവിടെ പോകാനും പാടില്ല, അത് വാങ്ങാനും പാടില്ല എന്ന് എപ്പോഴാ കച്ചവടക്കാരൻ പറഞ്ഞ് വാശിയോടുകൂടി തടഞ്ഞു നിർത്തുക? ഇവനറിയാം 1 കിലോ വാങ്ങി അല്ലെങ്കിൽ 4 അരി വാങ്ങി ഒരു നേരം അരി കൊണ്ട് ചോറ് തിന്നാൽ പിന്നെ എന്റെ 12ന്റെ അരി വാങ്ങൂലെന്നറിയാം. അതന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുജാഹിദുകളുടെ അരി വാങ്ങിയാൽ അത് ചിലപ്പോ കുറച്ച് വില കൂടുതലുണ്ടാകും. അത് വാങ്ങിയാൽ അതിന്റെ ഗുണവും അതിന്റെ മെച്ചവും പടച്ചതമ്പുരാനോടുള്ള അടുപ്പവും അപ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെടും. അപ്പൊ എന്താ പണി? നിങ്ങളാരും പോകാൻ പാടില്ല, നിങ്ങളത് കേൾക്കാൻ പാടില്ല. പിന്നെ മാതാമൃതാനന്ദമയിയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആ മിഷണറിമാരുടെ പ്രഭാഷണത്തിനോ അത് പോയാൽ ചിലപ്പോ ഇവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പൊ എന്തായാലും പിന്നെ നമ്മളെടുത്ത് തന്നെ കച്ചവടത്തിന് വരുള്ളൂ. അതങ്ങനെയാണല്ലോ. വേറൊരു 10 റുപ്യന്റെ അരി അപ്പുറത്തുണ്ട്, ഞാനതൊന്ന് വാങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ എന്താ പറയാ? നിങ്ങൾ വാങ്ങിക്കും, നിങ്ങൾ എന്നാ പിന്നെ ഇന്ന് ആ അരി വാങ്ങി വെച്ച് നോക്കിക്കോ. കാരണം എന്താ? ഓനറിയാ ഇത് വാങ്ങി വെച്ചാൽ അത് കുഴഞ്ഞ് പശ പോലെ ആയിരിക്കും, പിറ്റേന്ന് എന്റെ അടുത്ത് തന്നെ വരും എന്നറിയാവുന്ന കച്ചവടക്കാരൻ തടയില്ല. മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന് മുന്നിൽ നൽകുന്ന വെളിച്ചം വിശുദ്ധ ഖുർആനിന്റേതാണ്. പ്രവാചകന്മാരുടെ മാർഗമാണ് മുജാഹിദുകളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായി മുജാഹിദുകളെ കുറിച്ചുള്ള ആരോപണം എന്താണ്? അമ്പിയാക്കന്മാരെ അംഗീകരിക്കാത്തവരാണ്, ഔലിയാക്കന്മാരെ തള്ളിക്കളയുന്നവരാണ്, അവരെ ആദരിക്കാത്തവരാണ്, ബഹുമാനിക്കാത്തവരാണ്. എന്താ സഹോദരന്മാരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കാരണം? മുജാഹിദുകളെ അമ്പിയാക്കളെ തള്ളുന്നില്ല, ഔലിയാക്കളെ ബഹുമാനിക്കേണ്ടതില്ല എന്ന് മുജാഹിദുകൾ പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കമുള്ള അമ്പിയാക്കൾ അവരെ ബഹുമാനിക്കേണ്ടതുണ്ട്, അവരെ ആദരിക്കേണ്ടതുണ്ട്. അവരെ ഏത് രൂപത്തിൽ ആദരിക്കണമെന്നാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് അതേ രൂപത്തിൽ അവരെ ആദരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ഔലിയാക്കളായി ജീവിക്കുന്നവരുണ്ടല്ലോ, പടച്ചതമ്പുരാനെ ആരാധിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം ആളുകളെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്, അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ആദരവും ബഹുമാനവും എങ്ങനെയാണോ ആദരിക്കുവാൻ വേണ്ടി പറഞ്ഞത് അതേ രൂപത്തിലേ പാടുള്ളൂ.
അള്ളാഹുവിന് നൽകേണ്ട ആദരവുണ്ട്, അള്ളാഹുവിന് നൽകേണ്ട സ്ഥാനമുണ്ട്. ആ സ്ഥാനം ഒരിക്കലും തന്നെ അവന്റെ നബിമാർക്ക് നൽകാൻ പാടില്ല. അള്ളാഹുവിന് നൽകേണ്ട സ്ഥാനം മറ്റേതെങ്കിലും നബിമാർക്ക് നൽകാൻ പാടില്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സ്ഥാനമുണ്ട്. അള്ളാഹുവിന്റെ നബി, അവസാനത്തെ ദൂതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അള്ളാഹുവിന്റെ റസൂലിനുള്ള പദവിയോ സ്ഥാനമോ ലോകത്ത് കഴിഞ്ഞുപോയ മറ്റേതെങ്കിലും നബിമാർക്കില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുള്ള സ്ഥാനം ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഏതെങ്കിലും അബൂബക്കറില്ല. നേരെ മറിച്ച് ഓരോരുത്തർക്കും നൽകാനുള്ള പദവിയുണ്ട്. ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. നമ്മിൽ പലരും ഹജ്ജ് ചെയ്ത ആളുകളാണ്, ഉംറ ചെയ്തവരുണ്ട്. ഇനി അതല്ലെങ്കിൽ കഅബയെ കുറിച്ച് പഠിച്ചവരുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ. ആ കഅബാലയത്തിന്റെ ചിത്രം കണ്ടവരാണല്ലോ നമ്മളെല്ലാവരും. ആ കഅബ ഉണ്ടാക്കിയിരിക്കുന്നത് കല്ലുകൊണ്ടാണ്. ആ കഅബ ഉണ്ടാക്കിയിരിക്കുന്നത് കല്ലുകൊണ്ടാണ്. ആ കഅബയിലുള്ള മറ്റൊരു കല്ലാണ് ഹജറുൽ അസ്വദ്. അതേപോലെ തന്നെ ആ കഅബയുടെ പുറത്തായി മഖാമു ഇബ്രാഹിം ഉണ്ട്. ആ മഖാമു ഇബ്രാഹിം എന്ന പേരിൽ ഇന്ന് നമ്മൾ കാണുന്ന ആ സ്വർണ്ണ നിറമുള്ള വേലിയുടെ ഉള്ളിലുള്ളതും കല്ലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദങ്ങൾ പതിച്ച കല്ലാണ്. എന്നാൽ കഅബാലയം കല്ലല്ലേ, ഹജറുൽ അസ്വദും കല്ലല്ലേ, മഖാമു ഇബ്രാഹിമും കല്ലല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് മൂന്ന് കല്ലിനും ഒരേ സ്ഥാനം നൽകാൻ ഒരു മുസ്ലിമിനും പാടില്ല. ഒരാൾ തവാഫിന് വേണ്ടി ചെന്നു, കഅബ തവാഫ് ചെയ്യണം. അയാൾ ആലോചിക്കുകയാണ്, ഈ കഅബയിൽ നിന്നുള്ള കല്ല് മുഴുവൻ അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എടുത്തു വെച്ച കല്ലല്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് എടുത്തു വെച്ച കല്ലല്ലല്ലോ ഇന്നുള്ളത്. എന്നാൽ മഖാമു ഇബ്രാഹിമിലുള്ള കല്ല് അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്ന കല്ലാണ്. അതുകൊണ്ട് ഞാൻ മഖാമു ഇബ്രാഹിമിനെയാണ് തവാഫ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഒരാള് മഖാമു ഇബ്രാഹിം തവാഫ് ചെയ്താൽ അയാൾ ചെയ്തത് തവാഫല്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ശിക്ഷക്കും അയാൾ വിധേയനാകും. ഇനിയോ ഹജറുൽ അസ്വദ് തൊട്ടുമുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഒരാൾ ഉംറയ്ക്ക് വേണ്ടി ചെന്നതാണ്. നോക്കുമ്പോ ഹജറുൽ അസ്വദിന്റെ അടുത്ത് ഭയങ്കര തിരക്കാണ്. ഇപ്പുറത്ത് മഖാം ഇബ്രാഹിമിന്റെ അടുത്തോ ഒരു തിരക്കുമില്ല. അയാൾ വിചാരിക്കുന്നു, എന്നാൽ പിന്നെ അതും കല്ല് തന്നെയാണല്ലോ, മഖാം ഇബ്രാഹിം ഒന്ന് തൊട്ടുമുത്തിയാൽ പോരെ എന്ന് വിചാരിച്ച് ഒരാൾ ആ പ്രവർത്തനം ചെയ്താൽ അത് അല്ലാഹുവിന്റെ മതത്തിൽ സ്വീകാര്യമല്ല. എന്തേ സ്വീകാര്യമല്ലാത്തത്? മഖാം ഇബ്രാഹിമിന് അതിന്റെ സ്ഥാനമുണ്ട്, ഹജറുൽ അസ്വദിന് അതിന്റെ സ്ഥാനമുണ്ട്, കഅബക്ക് അതിന്റെ സ്ഥാനമുണ്ട്. അല്ലാതെ എല്ലാം കല്ലാണല്ലോ എന്ന് വിചാരിച്ച് തോന്നിയതുപോലെ ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. ഇതേപോലെ ഒരു മുസ്ലിം അള്ളാഹുവിനെ പറ്റി വിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ട്, അള്ളാഹുവിന് മാത്രം നൽകേണ്ട കർമ്മങ്ങളുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി വിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ റസൂലല്ലാത്ത മറ്റു മുർസലുകളെ പറ്റി വിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ പറ്റി വിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ സ്വഹാബികളിൽ തന്നെ മുഹാജിറുകളെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്, അൻസാറുകളെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്, അതിനുശേഷം വന്ന താബീകളെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഒരേ സ്ഥാനവും ഒരേ പദവിയും അല്ല ഇസ്ലാമിലുള്ളത്. ഇതേ മുജാഹിദുകൾ പറഞ്ഞിട്ടുള്ളൂ, ഇതേ മുജാഹിദുകൾ പറഞ്ഞിട്ടുള്ളൂ. അതെങ്ങനെയാണ് അപമാനിക്കലാകുന്നത്? മഖാം ഇബ്രാഹിം തവാഫ് ചെയ്യാൻ പാടില്ല, അതിനെ തൊട്ടുമുത്താൻ പാടില്ല എന്ന് ഒരു മുസ്ലിയാര് പ്രസംഗിച്ചാൽ ആരെങ്കിലും പറയോ മഖാം ഇബ്രാഹിമിനെ അപമാനിച്ചു എന്ന്? പറയില്ല. റുക്നുൽ യമാനിക്ക് നേരെ ചെയ്യേണ്ട കാര്യമുണ്ട്, അത് മറ്റേതെങ്കിലും മൂലയിലേക്ക് ചെയ്യാൻ പാടില്ല എന്ന് ഏതെങ്കിലും മുസ്ലിയാര് ഹജ്ജ് ക്ലാസ്സിൽ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പറയോ ഒക്കെ കഅബയല്ലേ, പിന്നെ മുസ്ലിയാർ എന്താ അവിടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അപ്പുറത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് കഅബയെ അപമാനിച്ചതല്ലേ എന്നാരെങ്കിലും ചോദിക്കുമോ? ഇല്ല. ഇതേപോലെ അള്ളാഹുവിന് നൽകേണ്ടതാണ് ആരാധന. അത് പടച്ച തമ്പുരാനല്ലാതെ ലോകത്ത് മറ്റാർക്കും തന്നെ നൽകാൻ പാടില്ല. എത്രമാത്രം പ്രാധാന്യമുള്ള മനുഷ്യനായാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ഏറ്റവും ഉന്നതനായ മനുഷ്യൻ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ആരാധന അർപ്പിക്കാൻ പാടില്ല, മറിച്ച് ആരാധന അർപ്പിക്കേണ്ടത് അല്ലാഹുവിന് മാത്രമാണ്. ഈ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ മനുഷ്യരോടും അല്ലാഹു പറയുന്നത് അതാണ്, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക. ആരെയാ ആരാധിക്കേണ്ടത്? നിങ്ങളുടെ രക്ഷിതാവിനെയാണ്. ആരാ ആ രക്ഷിതാവ്? ആരെയാ രക്ഷിതാവായി നിങ്ങൾ കാണേണ്ടത്? ഏത് രക്ഷിതാവിനാ നിങ്ങളെ ആരാധന അർപ്പിക്കേണ്ടത്? അത് ഞാൻ നിങ്ങളിലേക്ക് അയച്ചു തന്ന റസൂലാണോ? അല്ല. നിങ്ങളുടെ പിതാവായ ആദമാണോ? അല്ല. ഈ ലോകത്ത് നിങ്ങൾ മനസ്സിലാക്കിയ മറ്റേതെങ്കിലും മഹത്തുക്കളാണോ? അല്ല. ഈ ലോകത്ത് നിങ്ങൾ കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിഭാസങ്ങളുണ്ടല്ലോ. സൂര്യന്മാരുണ്ട്, ചന്ദ്രനുണ്ട്, അതേപോലെ തന്നെ ഭൂമിയുണ്ട്, കാറ്റുണ്ട്, തീയുണ്ട്, കടലുണ്ട്. ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രതിഭാസങ്ങളെയാണോ? അല്ല. മറിച്ച് ആരെയാ ആരാധിക്കേണ്ടത്? റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെയാണ്. ഏതാ രക്ഷിതാവ്? അല്ലദീ ഖലഖക്കും, ആ രക്ഷിതാവാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളെ മാത്രമല്ല, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ആ രക്ഷിതാവാണല്ലോ. ആരാണ് എന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ എന്നെ വളർത്തിയത്? എന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഞാൻ വളർന്നു. വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ താണ്ടി അവസാനം ഒരു കുഞ്ഞായി പുറത്തേക്ക് വന്നു. ആരാണ് എന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ എനിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തന്നത്? ആരാണ് എനിക്ക് അവിടെ വെച്ച് കൈ നൽകിയത്? ആരാണ് എനിക്ക് കണ്ണ് നൽകിയത്? ആരാണ് എന്റെ കണ്ണിന് കാഴ്ച നൽകിയത്? ആരാണ് എനിക്ക് അന്തരാവയവങ്ങൾ നൽകിയത്? ആ നൽകിയവനെയാണ് ആരാധിക്കേണ്ടത് എന്നാണ്. സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ചു നോക്കൂ. നമ്മൾ ഏറെക്കാലം ജോലി ചെയ്ത് ഒരു വീടുണ്ടാക്കുന്നു, ഒരു സ്ഥലം വാങ്ങി, അതിൽ നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ഒരു വീടുണ്ടാക്കി. അതേപോലെ തന്നെ അങ്ങാടിയിൽ ഒരു കച്ചവടം തുടങ്ങി, കുടുംബം പ്രയാസമില്ലാതെ ജീവിച്ചു പോവുകയാണ്. ആ സമയത്താണ് ഒരു ദിവസം നമ്മൾ അറിയുന്നത് നമ്മുടെ കുഞ്ഞു ഒരു മാരക രോഗത്തിന് അടിമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അത്തരം രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ വിവരം നമ്മൾ അറിയുന്നു എന്ന് വിചാരിക്കുക. ചികിത്സ ആരംഭിച്ചു, കയ്യിലുള്ള കാശ് ചെലവാക്കി, തൽക്കാലം വിൽക്കാനുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളുണ്ട്, അതൊക്കെ വിറ്റു. എന്നിട്ടും ചികിത്സയുടെ ചെലവ് ഭീമമായി തുടരുകയാണ്. വീണ്ടും ആശുപത്രികളിൽ നിന്ന് ആശുപത്രിയിലേക്ക്, ഡോക്ടർമാരിൽ നിന്ന് മറ്റു ഡോക്ടർമാരിലേക്ക്, ഒരു ചികിത്സാ രീതിയിൽ നിന്ന് മറ്റൊരു ചികിത്സാ രീതിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഓരോ മാറ്റത്തിനിടയിലും ഭീമമായ സാമ്പത്തിക ചെലവ് വന്നുപെടുകയാണ്. ഒരു ദിവസം നമ്മൾ മനസ്സിലാക്കി, കയ്യിലുള്ള പണമൊക്കെ തീർന്നു. ഇനി ചെലവ് നടത്തണമെങ്കിൽ, ചികിത്സിക്കണമെങ്കിൽ ഡോക്ടർമാര് പറയുന്നത് ഭീമമായ സംഖ്യ ചെലവഴിക്കണമെന്നാണ്. ആലോചിക്കുകയാണ് ഭാര്യയുമായി, എന്താണ് വഴി? കുടുംബം പോറ്റാനാകെ ഉണ്ടായിരുന്നത് കച്ചവടമാണ്. അവസാനം തീരുമാനിക്കുന്നു, ആ കട നമ്മൾ വിൽക്കുക. കാരണം കുഞ്ഞിന്റെ ജീവനാണല്ലോ വലുത്, കുഞ്ഞിന്റെ ജീവനാണല്ലോ വലുത്. അതുകൊണ്ട് കട വിറ്റ് വീണ്ടും ചികിത്സ നടത്തുകയാണ്. വീണ്ടും ഭാരിച്ച ചെലവ് വരുമ്പോ അവസാനം വീട് പണയം വെക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു നമ്മൾ. അങ്ങനെ പണയം വെച്ച കാശ് കൊണ്ടുകൂടി ചികിത്സിക്കുകയാണ്. ആർക്കു വേണ്ടി? നമ്മുടെ കുഞ്ഞിന് വേണ്ടി. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, ഈ വീട് ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ആ വീടിന് എങ്ങനെയാണ് പ്ലാൻ വരക്കേണ്ടത് എന്ന് ആ വീടിന്റെ പ്ലാൻ വരക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഭാര്യയുമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് വീട്ടിൽ ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. പ്ലാൻ വരച്ച ആളുടെ അരികിൽ നിന്ന് പ്ലാൻ വാങ്ങി ഭാര്യയുടെ അരികിൽ വന്ന് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ മുതൽ വീടിന്റെ പണി തീരുന്നത് വരെയുള്ള ഓരോ ഘട്ടങ്ങളിലും, ആ വീടിന് പെയിന്റ് അടിക്കുമ്പോഴും, അവിടെ വയറിങ്ങിന്റെ ഉപകരണങ്ങൾ വാങ്ങുമ്പോഴും, അവിടെ പ്ലംബിങ്ങിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും എന്നിങ്ങനെ തുടങ്ങി ഓരോ ഘട്ടത്തിലും നമ്മുടെ ഭാര്യയുമായി ആലോചന നടത്തുകയും അങ്ങനെ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചുണ്ടാക്കിയ വീടാണ് നമ്മൾ വിൽക്കുന്നത്. ആർക്കു വേണ്ടി?
നമ്മുടെ കുട്ടിക്ക് വേണ്ടി. എന്താ കാര്യം? ആ വീടിനേക്കാൾ നമ്മൾ നമ്മുടെ കുട്ടിയെ സ്നേഹിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കൂ, ഈ കുട്ടിയുടെ കൈ എങ്ങനെയായിരിക്കണം എന്ന് നമ്മളാണോ തീരുമാനിച്ചത്? എന്റെ കുഞ്ഞിന്റെ കണ്ണ് എങ്ങനെയായിരിക്കണം എന്ന് ഞാനും എന്റെ ഭാര്യയും കൂടിയാലോചിച്ച് തീരുമാനിച്ചതാണോ? വേണ്ട. ജനിച്ച് ഏതാനും ദിവസം കഴിയുമ്പോ മുറിച്ചു മാറ്റിക്കളയുന്ന, വടിച്ചു മാറ്റിക്കളയുന്ന എന്റെ കുഞ്ഞിന്റെ തലയിലെ മുഴുവൻ തലമുടികൾ പോകട്ടെ, ഒരു തലമുടിയെങ്കിലും എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും എനിക്കും എന്റെ ഭാര്യക്കും ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് അത് മുഴുവൻ നിയന്ത്രിച്ചത് എന്റെ രക്ഷിതാവായ പടച്ച തമ്പുരാനാണ്. അള്ളാഹു പറയുന്നു, ആ രക്ഷിതാവിനെയാണ് ആരാധിക്കേണ്ടത്, ആ രക്ഷിതാവിനെയാണ് ആരാധിക്കേണ്ടത്. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട സമുദായം ഈ കുഞ്ഞ് ജനിച്ചു വീഴുന്നു. ജനിച്ചു വീണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് കുട്ടിയുടെ കൈക്ക് ചെറിയ എന്തോ ഒരു കുഴപ്പമുണ്ട്. കുട്ടിയുടെ കൈക്ക് ചെറിയ എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്താ ചെയ്യുന്നത്? മാതാപിതാക്കൾ, അതല്ലെങ്കിൽ ഉമ്മാമയും വലിയോപ്പയും കൂടെ നേരെ പോവുകയാണ് കോഴിക്കോട്ടേക്ക്. എന്തിന്? കോഴിക്കോടുള്ള ഏതെങ്കിലും പീഡിയാട്രിക് സർജനെ കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് കോഴിക്കോട് നഗരത്തിൽ ഒരു ശൈഖിന്റെ പള്ളിയുണ്ട്, ഇടിയങ്ങര പള്ളി. ആ പള്ളിയിലെ നേർച്ചക്കാണ് പോകുന്നത്. കാരണം നാട്ടിൽ പോസ്റ്റർ വന്നിരിക്കുന്നു, അപ്പവാണിഭ നേർച്ച എന്ന പോസ്റ്റർ. ആ പോസ്റ്റർ കണ്ടിട്ടായി സഹോദരന്മാരവിടത്തേക്ക് പോകുന്നത്. ആ പള്ളിയുടെ മുമ്പിൽ ഒരുപാട് സ്റ്റാളുകളുണ്ട്. ആ സ്റ്റാളുകളിൽ അപ്പങ്ങൾ വിൽപ്പനക്ക് വെച്ചിരിക്കുന്നു. അപ്പങ്ങൾക്ക് പേരുണ്ട്: കയ്യപ്പം, കാലപ്പം, കണ്ണപ്പം, മൂക്കപ്പം, ചെവിയപ്പം എന്നിങ്ങനെ തുടങ്ങി പേരുകളിട്ട അപ്പമുണ്ട്. ഇവരുടെ കുഞ്ഞിന് രോഗം വന്നിരിക്കുന്നത് കൈക്കാണ്. നേരെ കയ്യപ്പം വിൽക്കുന്ന സ്റ്റാളിന്റെ അരികിൽ പോയി 1 കിലോ കയ്യപ്പം വാങ്ങി ശൈഖിന് നേർച്ചയാക്കുന്നു. എന്താ നേർച്ചയാക്കുമ്പോ വിശ്വാസം? എന്റെ കുഞ്ഞിന്റെ കൈയുടെ രോഗം ഈ നേർച്ചയോടുകൂടി മാറും. സഹോദരന്മാരെ, ഇങ്ങനെ ഒരു കുഞ്ഞ് ഈ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന വിവരം ഇടിയങ്ങരയിലെ ശൈഖ് അറിയോ? എന്നിട്ടല്ലേ കൈയുടെ കാര്യം? വേറൊരു കുഞ്ഞിന്റെ ചെവിക്കാൽ രോഗം പോകുന്നു, അവിടത്തേക്ക് തന്നെ ചെവിയപ്പം നേർച്ചയാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നൽകിയ അവയവങ്ങൾ അത് പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ മനുഷ്യൻ അവനെപ്പോലെയുള്ള മനുഷ്യനിലേക്കാണ് പോകുന്നത്, അവനെപ്പോലെയുള്ള മനുഷ്യനിലേക്കാണ് നീങ്ങുന്നത്. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഒന്നാമതായി നന്നാക്കുന്നത്. കാരണം എന്താണ്? ഇത് അടിത്തറയാണ്. നമ്മളൊരു വീട് വാങ്ങുന്നു, ഒരു പഴയ വീട് വാങ്ങിക്കുകയാണ്. അപ്പൊ കുറെ റിപ്പയർ ഒക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരു എഞ്ചിനീയറെ കൂട്ടിപ്പോയി. അയാൾ പറഞ്ഞു, ഇത് നന്നാക്കണം, ഈ ചുമര അടക്കണം, അത് പ്ലാസ്റ്റർ ചെയ്യണം, അതേപോലെ തന്നെ ആ ഭാഗത്തെ ഓട് മാറ്റണം, അല്ലെങ്കിൽ പട്ടിക മാറ്റണം, കഴുക്കോല് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് കുറെ നിർദ്ദേശങ്ങളൊക്കെ നൽകി. അതൊക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറായി. പിറ്റേ ദിവസം യാദൃശ്ചികമായി നമ്മുടെ സുഹൃത്തായ ഒരു എഞ്ചിനീയർ ഉണ്ട് എന്ന് വിചാരിക്കുക. അയാളെ കണ്ടു. നമ്മൾ ഏതായാലും വീട്ടിലൊന്ന് പോവുക, ഞാൻ വാങ്ങിയ വീടൊന്ന് കാണാം. അയാൾ ചെന്നു. എന്തൊക്കെയാ മറ്റേ എഞ്ചിനീയർ പറഞ്ഞത്? ഇത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്, അത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ മെയിൻ സ്വിച്ചിന്റെ ബോർഡ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ ശരി. പക്ഷേ ഈ സുഹൃത്ത് നമ്മോട് പറയുന്നു അതൊക്കെ മാറ്റേണ്ടത് തന്നെയാണ്. പക്ഷേ ഞാൻ നോക്കുമ്പോ ഇതിന്റെ തറക്ക് വലിയ ഒരു വിള്ളലുണ്ട്. ഈ തറയിൽ ഈ വിള്ളലുള്ള കാലത്തോളം നിങ്ങൾ ഈ ചുമരിൽ എന്ത് പണി ചെയ്താലും, എത്ര കഴുക്കോലുകൾ നിങ്ങൾ മാറ്റിവെച്ചാലും, എത്ര പട്ടിക നിങ്ങൾ എത്ര നല്ലത് വാങ്ങിവെച്ചാലും നിങ്ങളുടെ വീടിന് ആയുസ്സുണ്ടാവുകയില്ല, അത് തകർന്നു വീണു പോകും. അതുകൊണ്ട് പട്ടിക മാറ്റുന്നതിനേക്കാൾ പ്രാധാന്യമായി, കഴുക്കോല് മാറ്റുന്നതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി പൊട്ടിയ ടൈൽസുകളോ മാർബിളുകളോ പൈപ്പുകളോ ടാപ്പുകളോ മാറ്റുന്നതിന് മുമ്പായി ഇതിനുള്ള പരിഹാരമാണ് ചെയ്യേണ്ടത് എന്ന് ഒരു എഞ്ചിനീയർ പറഞ്ഞാൽ അയാളാണ് നമ്മോട് സ്നേഹമുള്ളവർ, അയാളെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. കാരണം ഞാൻ ഈ പണമൊക്കെ ഇതിന്റെ മുകളിൽ കയറ്റിയാലും ഈ തറ തകരാറിലാണോ? യാതൊരു കാര്യവും അതുകൊണ്ടില്ല എന്നല്ലേ ഇയാള് പറയുന്നത്. ഇത് തന്നെയാണ് മുജാഹിദുകളും പറയുന്നത്, പ്രിയപ്പെട്ടവരെ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. നമ്മെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടല്ല പറയുന്നത്. ഈ
ലോകത്ത് മനുഷ്യ സമുദായത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ കഴിഞ്ഞുപോയ ഒരുപാട് മനുഷ്യരുണ്ടല്ലോ. ഈ നീണ്ടു നിൽക്കുന്ന കാലത്ത് കഴിഞ്ഞുപോയ മനുഷ്യരില്ലേ, ആ കാലത്തെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് റബ്ബ് പറയുന്നത്, ആ കാലത്ത് കഴിഞ്ഞുപോയ മനുഷ്യരുടെ അവസ്ഥയുണ്ട്. അവരുടെ കൂട്ടത്തിൽ മഹാന്മാരായ ആളുകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി ഈ ലോകത്തേക്ക് വന്ന ദൂതന്മാര് കഴിഞ്ഞുപോയിട്ടുണ്ട്. ഈ ദീന് പറഞ്ഞതിന്റെ പേരിൽ, പഠിപ്പിച്ചതിന്റെ പേരിൽ ജീവനോടുകൂടി ഈർന്നു മുറിക്കപ്പെട്ട ദൂതന്മാര് കഴിഞ്ഞുപോയിട്ടുണ്ട്. അതേപോലെ തന്നെ നന്മയുടെ വക്താക്കളായവർ കഴിഞ്ഞുപോയിട്ടുണ്ട്. സ്വന്തം കുടുംബക്കാര് പോലും കൈകൊണ്ട് തൊടാനിറക്കുന്ന രോഗികളെ, ശരീരം മുഴുവൻ പഴുത്ത് പുഴുത്ത് വ്രണം ബാധിച്ച രോഗികളെ സ്വന്തം മക്കളെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ താല്പര്യത്തോടുകൂടി തന്റെ വീടിലേക്കോ ചികിത്സാ കേന്ദ്രത്തിലേക്കോ കൊണ്ടുപോയി ചികിത്സിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത മഹാന്മാരായ മനുഷ്യ സ്നേഹികൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹത്തുക്കൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇങ്ങനെ മഹാന്മാരുടെ ഒരുപാട് നിര മനുഷ്യന്റെ ചരിത്രത്തിൽ കാണാം. അതേപോലെ തന്നെ ക്രൂരതയുടെയും തിന്മകളുടെയും പര്യായങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇന്നത്തെ ഒരു പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഒരു ചിത്രത്തിന്റെ രംഗം, ജൂതന്മാരെ കൊന്നൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ച ഒരു ഭരണാധികാരിയുടെ ജീവിതത്തിലെ ഒരു രംഗമാണ്. അവസാനത്തെ ജൂതനെയും ആ നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് അയാളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ഇരുത്തുകയാണ്. ഇവിടെ തൊട്ടു മുമ്പിൽ അയാൾ കാണുന്നത് തനിക്ക് മുമ്പേ കൊണ്ടുവന്ന് വെടിവെച്ച് കൊന്ന തന്റെ സഹോദരന്മാരെയും കുടുംബക്കാരെയും തന്നെ പോലെയുള്ള ആളുകളെയുമാണ്. തൊട്ടു പിറകിൽ നിന്ന് അയാൾ കേൾക്കുന്നതോ തന്നെ കൊല്ലാൻ വേണ്ടി ആക്രോശിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ, അതിനുവേണ്ടി തിരക്ക് കൂട്ടുന്ന, ആരാണ് വെടിവെക്കേണ്ടത് എന്നാലോചിച്ചു കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ബഹളമാണ്. അങ്ങനെ മനുഷ്യരെ അതിനിഷ്ഠൂരമായി കൊന്നൊടുക്കിയ ഭരണാധികാരികൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ജീവനുള്ള മനുഷ്യ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി മറ്റ് മാംസങ്ങൾ പാകം ചെയ്യുന്നത് പോലെ പാകം ചെയ്ത് തിന്ന ക്രൂരന്മാരും മനുഷ്യ സമൂഹത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇങ്ങനെ ഈ കാലത്തിന്റെ മഹാപ്രവാഹത്തിനിടയിൽ കഴിഞ്ഞുപോയ മുഴുവൻ മനുഷ്യരെയും ഒരൊറ്റ ഫ്രെയിമിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. തീർച്ചയായും ഈ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മനുഷ്യരുണ്ടല്ലോ, അവരെല്ലാവരും നട്ടത്തിൽ തന്നെയാണ്. എല്ലാവരും നട്ടം വന്നുപോയവരാണ്. ആരൊഴികെ, ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരൊഴികെ. എങ്ങനെ വിശ്വസിക്കണമെന്നാണോ അല്ലാഹു പറഞ്ഞത്, അതേപോലെ വിശ്വസിക്കേണ്ടതുണ്ട്. എങ്ങനെ വിശ്വസിക്കണമെന്നാണോ ദൂതന്മാര് പഠിപ്പിച്ചത്, അതേപോലെ വിശ്വസിക്കേണ്ടതുണ്ട്. അങ്ങനെ വിശ്വസിക്കുകയും അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരാരാണോ അവരൊഴികെ മറ്റെല്ലാവരും നട്ടത്തിലാണ്. എന്തിനേറെ പറയുന്നു സഹോദരന്മാരെ, ഈ ലോകത്ത് നിയോഗിച്ച അള്ളാഹുവിന്റെ ദൂതന്മാരുണ്ടല്ലോ, ആ ദൂതന്മാർക്ക് അള്ളാഹു നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട്. എല്ലാ ദൂതന്മാർക്കും അള്ളാഹു നൽകിയ സന്ദേശം, ആ സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവർത്തിക്കുകയാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. താങ്കൾക്ക് നാം വഹി നൽകുന്ന ഈ സന്ദേശമുണ്ടല്ലോ, ഇത് താങ്കൾക്ക് മാത്രം നൽകിയ സന്ദേശമല്ല, മറിച്ച് താങ്കൾക്ക് മുമ്പ് ഈ ലോകത്ത് മരണപ്പെട്ടു പോയവരുണ്ട്, അവർക്കും നൽകിയ സന്ദേശം തന്നെയാണ്. താങ്കൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ നബിമാർക്കും നൽകിയ സന്ദേശം എന്താ? സന്ദേശം ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നിങ്ങളെങ്ങാൻ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ വെറുതെയായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ. നാളെ പരലോകത്ത് നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. ആരോടാ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നബിമാരോട് പറയുന്നു.
പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കണം. പങ്കു ചേർത്താലോ എല്ലാ പ്രവർത്തനങ്ങളും വെറുതെയായി പോയി. നമ്മുടെ നിസ്കാരം വെറുതെയായി, നോമ്പ് വെറുതെയായി. തറ തകർന്ന വീട്ടിൽ കഴുക്കോല് മാറ്റിവെച്ചതുപോലെ, പട്ടിക മാറ്റിവെച്ചതുപോലെ, അത് പ്ലാസ്റ്റർ ചെയ്തതുപോലെ, പെയിന്റ് ചെയ്തതുപോലെ, അവിടെയുള്ള സ്വിച്ച് ബോർഡുകളും ടാപ്പുകളും മാറ്റിയതുപോലെ വെറുതെയായി പോയി. ഒരു ഉപകാരവുമില്ല, തകർന്നു വീണു പോകും. സ്വാഭാവികമായും സംശയം, അങ്ങനെ ഒരു ശിർക്ക് ഈ സമുദായത്തിൽ ഉണ്ടോ? ഉണ്ട്. എന്താ ശിർക്ക്? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഉദാഹരണം പറയേണ്ടതില്ല, വിശദീകരിക്കേണ്ടതില്ല. വഹാബികളുടെ ശർറിൽ നിന്ന് കാക്കണേ എന്ന് ബദരീങ്ങളോട് പ്രാർത്ഥിച്ചത് കണ്ടിട്ടാണല്ലോ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നു, മുഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്നത് എന്താണ്? തങ്ങളുടെ പ്രാർത്ഥന ബദരീങ്ങൾ കേൾക്കുമെന്നാണ്, മുഹീദ്ദീൻ ശൈഖ് കേൾക്കുമെന്നാണ്, അതേപോലെ മഹാന്മാര് കേൾക്കുമെന്നാണ്. മുജാഹിദുകൾ പറയുന്നു അത് പാടില്ല. മുജാഹിദുകൾ പറയുന്നു അത് പാടില്ല. എന്തേ കാര്യം? ഇസ്ലാഹ് നടത്തുകയാണ് മുജാഹിദുകൾ. എങ്ങനെയാ ഇസ്ലാഹ് നടത്തേണ്ടത്? എങ്ങനെങ്കിലും ഇസ്ലാഹ് നടത്തിയാലും പോരാ, നന്നാക്കിയെടുക്കുന്നതിന് അതിൻ്റെതായ ചില മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ. ഒരാള് ബൈക്ക് മറിഞ്ഞു, ആ ബൈക്കിന്റെ ഏതെങ്കിലും ഒരു സ്ഥാനം പൊട്ടി, ഒരു ജോയിന്റ് പൊട്ടിപ്പോയി. അതേപോലെ തന്നെ ഇയാളെ കൈയിന്റെ ജോയിന്റും പൊട്ടിപ്പോയി. അപ്പം ഓടിക്കൂടിയ ആള് പറയാണ്, ഇവിടെ കൊണ്ടുപോവാ, ഇയാൾ നമുക്ക് കല്ലാച്ചി ആസ്പത്രി കൊണ്ടുപോയല്ലേ, വടേരെ കൊണ്ടുപോവാ. വണ്ടി കല്ലാച്ചി വർക്ക്ഷോപ്പ് കൊണ്ടുപോയാൽ മതി, അത്രേ ഉള്ളൂ എന്ന് പറയാൻ. അപ്പം വേറൊരാൾ, എന്തിനാ വർക്ക്ഷോപ്പ് കൊണ്ടുവന്ന്, ഏതായാലും ഇവന്റെ കൈയും പൊട്ടിയിട്ടില്ലേ, എന്നാ പിന്നെ ആ ആസ്പത്രിയിൽ തന്നെ ബൈക്കും കൊണ്ടുപോയാ പോരെ എന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും പറയോ? ഇല്ല. കൈ നന്നാക്കുന്നതിന് അതിൻ്റെതായ മാനദണ്ഡമുണ്ട്, ബൈക്ക് പൊട്ടിയത് നന്നാക്കുന്നതിന് അതിൻ്റെതായ മാനദണ്ഡമുണ്ട്. ഇനി വണ്ടി നന്നായി പൊട്ടിയിട്ടുണ്ട്, കൈയുടെ വിരലേ പൊട്ടിയിട്ടുള്ളൂ, അപ്പൊ ഇത് വെൽഡ് ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോ എന്നാ പിന്നെ ഏതായാലും വെൽഡ് ചെയ്യിക്കണല്ലോ, അപ്പൊ ഞാൻ വിരൽ അവിടുന്ന് വെൽഡ് ചെയ്യിച്ചോളാം എന്ന് ആരെങ്കിലും പറയോ? ഇല്ല. എന്തേ കാരണം? അത് ഇസ്ലാഹിന്റെ ശരിയായ രീതിയല്ല. അപ്പൊ നന്നാക്കുന്നതിന് അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്, അതിൻ്റെതായ ഉപകരണങ്ങളുണ്ട്, അല്ലേ? ഓരോന്നും നന്നാക്കുന്നതിന് അതിൻ്റെതായ ഉപകരണങ്ങളുണ്ട്. സിറിഞ്ച് എന്ന് തന്നെയാണ് പേര്. പക്ഷേ നമ്മുടെ വീട്ടിൽ വരുന്ന മൃഗഡോക്ടർമാർ ഉപയോഗിക്കുന്ന സിറിഞ്ച് ഉപയോഗിച്ച് നമ്മളെ ആരെയെങ്കിലും കുത്തിവെക്കാറുണ്ടോ? കുത്തിവെക്കാറില്ല. പേര് സിറിഞ്ച് എന്ന് തന്നെയാണ്. എന്തേ കാര്യം? ചികിത്സിക്കുന്നത് മനുഷ്യനെയാണ്, മറ്റേത് മൃഗത്തെയാണ്. ഇതേപോലെ ഇസ്ലാഹ് നടത്തണം. എങ്ങനെ നടത്തണം? നമ്മളെ മുമ്പിലുള്ള ഏതെങ്കിലും താൽക്കാലിക സംവിധാനം ഉപയോഗിച്ച് നന്നാക്കിയാൽ പോരാ, മറിച്ച് നന്നാക്കേണ്ടത് ആ നന്നാക്കേണ്ട ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ്. നന്നാക്കേണ്ട ഉപകരണം ഏത്? വിശുദ്ധ ഖുർആനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അത് എങ്ങനെയാണോ സഹാബികൾ മനസ്സിലാക്കിയത് അതുപോലെയാണ്. അപ്പൊ സാധാരണ ഇത് പറയുമ്പോ ആളുകൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഞമ്മക്ക് ഖുർആനും സുന്നത്തും തിരിയോ? സാധാരണക്കാരായ നമ്മക്ക് ഖുർആനും സുന്നത്തും തിരിയോ? പിന്നെ എങ്ങനെയാ നമ്മൾ ഖുർആനും സുന്നത്തും സ്വീകരിക്കാന്നാണ്. ശരി, നമ്മളെ ഭരണഘടനയിലൊക്കെ നമ്മൾ ഷാഫി മദബ് അംഗീകരിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇമാം ഷാഫിയുടെ കിതാബ് തിരിയുന്ന എത്ര ആളുകളുണ്ട് ഷാഫി മദബില്? നമ്മളെ നാട്ടിലുള്ള സാധാരണക്കാരൊക്കെ ഏതാ മദ്ഹബ്? ഞാൻ ഷാഫി മദ്ഹബാ, ഞാൻ ഹനഫി മദ്ഹബല്ലേ? അല്ലല്ല, ഞാൻ ഹനഫി മദ്ഹബ് ഒന്നുമല്ല, ഞാൻ ഷാഫി മദ്ഹബ് തന്നെ. എങ്ങനെ പറയുന്നത്? ഇമാം ഷാഫിയുടെ കിതാബുകളല്ലേ ഷാഫി മദ്ഹബിലെ കിതാബുകളും ഹനഫി മദ്ഹബിലെ കിതാബുകളും വായിച്ചിട്ടാ? അല്ല, പിന്നെന്താ? അത് ഇതാണ് ഷാഫി മദ്ഹബ് എന്നാരോ പറഞ്ഞു കേട്ടു, അംഗീകരിച്ചു. അങ്ങനെ അന്ധമായി അംഗീകരിച്ച ആളുകൾക്ക് എന്തേ വിശുദ്ധ ഖുർആനിലെ പ്രമാണങ്ങൾ കേൾക്കുമ്പോ മനസ്സിലാക്കാൻ കഴിയൂലേ? വിശുദ്ധ ഖുർആനിലെ പ്രമാണങ്ങൾ പറയുമ്പോ അതാ ഇതാണ് ആയത്ത്, അത് കേട്ട് ഇവിടുന്ന് മുജാഹിദികൾ പറയുന്നത് കേൾക്കും, അത് കേൾക്കും. ആ മുജാഹിദികൾ ഇന്ന ആയത്താണ് അല്ലാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതിന് ഓതിയത്. സ്വാഭാവികമായി അപ്പുറത്തെ പ്രസംഗം കേൾക്കും. തുടക്കം മുതൽ കേട്ടോക്കൂ. ആദ്യത്തെ വിശാറൊക്കെ ഉണ്ടാവും. എന്ത്? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൊയ്തീൻ ശൈഖിനെ വിളിച്ച് വലിയ ഒച്ചയിൽ ചെല്ലുന്നൊക്കെ കേൾക്കുമ്പോ കേട്ടു നിൽക്കുന്ന സാധാരണക്കാരൻ വിചാരിക്കും എന്തായാലും തെളിവുണ്ട്, കാരണം തെളിവില്ലെങ്കിൽ അത്ര ഉറക്ക എന്തായാലും ബൈത്ത് ചെല്ലൂല എന്നൊക്കെ വിചാരിക്കും. പ്രസംഗം തീരുമ്പോഴും അവസാനം 2 ബൈത്തൊക്കെ ഉണ്ടാവും. അതിന്റെ ഇടയിൽ അല്ലാഹ് അല്ലാത്തവരോട് ധാരക്കാനുള്ള ആയത്തുണ്ടാവില്ല. അപ്പൊ ഒന്നാമത്തെ പ്രസംഗം കേൾക്കുമ്പോ സഹിക്കും,
രണ്ടാമത് എന്നാ പിന്നെ അത് നമ്മളെ കൂട്ടത്തില് ഐക്യവേദിയാണല്ലോ, നമ്മളെ കൂട്ടത്തില് വലിയ തീവ്രത ഇല്ലാത്തവരാണ് ആദ്യം പ്രസംഗിച്ചത്, അതുകൊണ്ടാ തെളിവില്ലാത്തത്. എന്തായാലും മൂന്നാമത്തെ ദിവസത്തെ മൊയ്ലിയാരുടെ പ്രസംഗത്തിൽ എന്തായാലും ഉണ്ടാകും. കാരണം എന്താ, മൂപ്പർ ഇതൊക്കെ കലക്കി കുടിച്ച് മുജാഹിദികളെ എങ്ങനെയാണ് അരച്ച് കലക്കി കുടിച്ച് ആളുകൾക്ക് കുടിക്കാൻ പറ്റുന്ന കോലത്തിൽ കൊടുക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വരുന്ന ആളാണ്. അതുകൊണ്ട് മൂപ്പരെ പ്രസംഗം ഒന്ന് കേട്ടുവെക്ക എന്ന് വിചാരിച്ചു പോകും. അപ്പൊ മൂപ്പരിങ്ങനെ ആയത്തൊക്കെ ഓതും, ഖുർആന്റെ ആയത്തും അതിന്റെ നമ്പറും. അപ്പൊ ഇവനൊരു പെണ്ണെടുത്ത് കുറിച്ച് വെച്ചാ ഏതായത്ത് വസൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ എന്നുള്ള ആയത്തോതി, അല്ലെങ്കിലോ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലു റായിനാ വഖൂലു ഉൻദുർനാ എന്ന ആയത്തോതി. ആയത്തിന്റെ നമ്പർ എടുത്ത് ഇവൻ വീട്ടിലെത്തി പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമിന്റെ ഖുർആൻ പരിഭാഷ എടുത്തു നോക്കുമ്പോ ഇതും ദുആയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരു തെളിവിൽ ഇതിന് തെളിവാണ് എന്ന് ആ മലയാളത്തിലുള്ള പരിഭാഷയിൽ പോലും പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായി ഇതും എടുത്ത് ഉസ്താദിന്റെ അടുത്ത് പോവും, പ്രസംഗിക്കുന്ന ആളുകൾ പ്രസംഗിച്ചു പോവും, പിന്നെ നാട്ടിലെ കാളിയറ ബാക്കിയുണ്ടാകുക. മൂപ്പരടുത്ത് ചെന്നിട്ട് ചോദിക്കുക, അല്ല നമ്മൾ അന്ന് അവസാനം പ്രസംഗിച്ച മൊയ്ലാരോധി ആയത്ത് ഇതല്ലേ, അതിന്റെ അർത്ഥം ഇങ്ങനെയാണല്ലോ കാണുന്നത്. ശരി, അതിന്റെ അർത്ഥം അങ്ങനെയാണുള്ളത് അല്ലേ. അത് നമുക്ക് അറബി തഫ്സീറുകളിൽ ഉണ്ടാവും. എന്നാ പിന്നെ നിങ്ങളെ തഫ്സീറും അതിന്റെ അർത്ഥവും അങ്ങനെയാ മുജാഹിദുകൾ ഉണ്ടായത്. അരീക്കോട് NV അബ്ദുസ്സലാം സ്വല്ലമി ഖുർആൻ ക്ലാസ് നടത്തും. NV അബ്ദുസ്സലാം സ്വല്ലമി ഖുർആൻ ക്ലാസ് നടത്തുമ്പോ അത് കേൾക്കാൻ വേണ്ടി യാദൃശ്ചികമായ ഒരു സുന്നി വന്നു. അന്ന് ഓതിയ ആയത്തേതാ, ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും എന്ന ആയത്താണ്. ആ ആയത്തോതി അദ്ദേഹം അല്ലാഹുവിനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് വിശദീകരിച്ചു. ക്ലാസ് കഴിഞ്ഞപ്പോ ഈ സുന്നി സലാം സ്വല്ലമിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, NV അബ്ദുസ്സലാം മൗലവിയുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, സലാം മൗലവി, ഈ ആയത്ത് നിങ്ങൾ ഓതിയത് ഖുർആനിലുള്ളതല്ലേ? എന്നാ ആയത്തും അതിന്റെ അർത്ഥം ഒന്ന് നിങ്ങൾ എനിക്ക് എഴുതി തരുമോ? അബ്ദുസ്സലാം മൗലവി എഴുതി കൊടുത്തു. അദ്ദേഹം അതുമായിട്ട് നേരെ പള്ളിയിലെ ഖത്തീബിന്റെ അടുത്ത് ചെന്നു. മുസ്ലിയാരെ, ഈ ആയത്ത് ഖുർആനിലുണ്ടോ? മുസ്ലിയാർ ഓതി നോക്കി. ഏതാ, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഇത് ഖുർആനിലുള്ള ആയത്ത് തന്നെയാണ്. ആ ആയത്തിന് ഇനി താഴെ എഴുതിയ പോലെ അർത്ഥം. മുസ്ലിയാർ വായിച്ചു നോക്കി. ഇതാ നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കാരികളായി മാറിയാൽ അവർ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ആ അർത്ഥം അങ്ങനെ തന്നെയാ. എന്നാ മൊയ്ലിയാരെ, റാത്തീബിന്റെ ലിസ്റ്റിൽ നിന്ന് ഇനി എന്റെ പേര് വെട്ടിക്കോളി. കാരണം ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ട്, അതിന്റെ അർത്ഥം ഇങ്ങനെയാണെങ്കിൽ ഇനി എന്തായാലും റാത്തീബ് ഓതുവാനും പറ്റുമല്ല, മൊയ്തീൻ ശേഖരന് തയ്യാറാക്കാനും പറ്റുമല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ ഒരു ചരിത്ര സംഭവം ഉദ്ധരിക്കാറുണ്ട് പണ്ടുള്ളവർ. ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെന്താ വഴി? കേൾക്കാതാക്കുക എന്നതാ, കേൾക്കാതെ തടയുക എന്നതാണ്. മുജാഹിദുകൾ പറയുന്നു വിശുദ്ധ ഖുർആനാണ് തെളിവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ ചോദിക്കുകയാണ്, വമൻ അളല്ലു മിമ്മൻ യദഊ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമത്തി വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഏറ്റവും പിഴച്ചവൻ ആരാണ്? ആരെക്കാൾ? മിമ്മൻ യദഊ മിൻ ദൂനില്ലാഹി, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ പിഴച്ച വേറെ ആരാണുള്ളത്? ആരോടാ അവൻ ദുആ ചെയ്യുന്നത്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളെ വരെ ഉത്തരം ചെയ്യാത്ത ശക്തികളോടാണ് അവൻ ദുആ ചെയ്യുന്നത്. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവര് ഇവന്റെ ദുആയെ കുറിച്ച് അശ്രദ്ധരുമാണ്. അതവര് കേൾക്കുന്നില്ല, അറിയുന്നില്ല. അങ്ങനെയുള്ള ആളുകളോട് ദുആ ചെയ്യുന്നവനേക്കാൾ പിഴച്ചവൻ വേറെ ആരാണ് എന്നാ ഖുർആൻ ചോദിക്കുന്നത്. ഈ ആയത്ത് കേട്ടാൽ, ആയത്തിന്റെ അർത്ഥം മാത്രം ഞാൻ പറഞ്ഞാൽ നാളെ ആളുകൾ പറയും, എന്താ പറയാ, അത് ബിംബങ്ങളെ പറ്റിയും വിഗ്രഹങ്ങളെ പറ്റിയാണ്. ആണോ? അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ, അവർക്ക് സുന്നത്ത് ജമാഅത്തുമായി ബന്ധമില്ല. അവരംഗീകരിക്കുന്ന മുഫസ്സിറായ ഇമാം റാസി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, വൈലൻ യജൂസു അൻ യുരീദ കുല്ലു മഅബൂദിൻ മിൻ ദൂനില്ലാഹി മിനൽ മലായികതി വ ഈസാ വ ഉസൈർ വൽ അസ്നാം. ഈ പഴച്ചവൻ ആരുണ്ട്? അല്ലാഹു അല്ലാത്തവനോട് ദുആ ചെയ്യുന്നവനേക്കാൾ ഖിയാമത്ത് നാളെ വരെ ഉത്തരം ചെയ്യാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ പിഴച്ചവൻ ആരുണ്ട് എന്ന് ചോദിച്ചല്ലോ. ഈ ദുആ ചെയ്യുന്നവർ വിഗ്രഹം മാത്രമാണോ? അല്ല, മറിച്ച് അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന മലക്കുകൾ അതിൽ പെടും, ഈസാ നബി അതിൽ പെടും, ഉസൈർ അതിൽ പെടും, അതേപോലെ ബിംബങ്ങളും പെടും.
ബിംബങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്നതുകൊണ്ടാണ് അത് പറഞ്ഞത്. അല്ലാതെ ബിംബങ്ങൾ മാത്രമല്ല, വിഗ്രഹങ്ങൾ മാത്രമല്ല. ഈസാ നബിയോട് ദുആ ചെയ്യുന്നവൻ പിഴച്ചവനാണ്, ഉസൈർ നബിയോട് പ്രാർത്ഥിക്കുന്നവൻ പിഴച്ചവനാണ്, മലക്കുകളോട് ദുആ ചെയ്യുന്നവൻ പിഴച്ചവനാണ് എന്നീ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി വിശദീകരിക്കുകയാണ്.